അപ്പോൾ നിങ്ങൾ പഠിച്ചത് തന്നെയായിരിക്കും എല്ലാം. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ടൊന്ന് റിഫ്രഷ് ചെയ്തിട്ട് പോകാം. ഓക്കെ, അപ്പം MUP മൈക്രോ പ്രോസസ്സറല്ലേ, നമ്മൾ 8085 ആണ് നമ്മൾ മെയിനായിട്ടും പഠിക്കുന്നത്. ഓക്കെ, 8085 എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ മോസ്റ്റ് സക്സസ്ഫുൾ മൈക്രോ പ്രോസസ്സേഴ്സ് എവർ മെയ്ഡ് ആണ് 8085. ഓക്കെ, ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള മൈക്രോ പ്രോസസ്സർ ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടുള്ള ആദ്യത്തെ MUP ആണ് 8085. 1970s MUP ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, MUP നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് അല്ലേ, ഒരു എൻ്റയർ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് ഒരു മൈക്രോ പ്രോസസ്സർ. അപ്പോൾ നിങ്ങൾ കമ്പ്യൂട്ടർ സിസ്റ്റം നിങ്ങളുടെ വീട്ടിലുള്ള കമ്പ്യൂട്ടർ തുറന്നു നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, CPU തുറന്നു നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. അതിലൊരു മദർ ബോർഡ് ഉണ്ട്. ആ മദർ ബോർഡിൽ എന്തുണ്ടാവും? മൈക്രോ പ്രോസസ്സർ ഉണ്ടാവും, അല്ലെങ്കിൽ പ്രോസസ്സർ ഉണ്ടാവും. നിങ്ങളുടെ വീട്ടിലെ ഇൻ്റൽ കോർ i7 ഒക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അവിടം വരെയാണ് നിലവിൽ ഇൻ്റലിൻ്റെ പ്രോസസ്സേഴ്സ് വളർന്നു നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ അതായത് ഇൻ്റൽ മൈക്രോ പ്രോസസ്സേഴ്സ് ഉണ്ടാക്കി തുടങ്ങിയത് 808008 ആ റേഞ്ചിലൊക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്താണ് 8085 വന്നു. 8085 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ബഗ് ഫ്രീ ആയിട്ടുള്ള മൈക്രോ പ്രോസസ്സറായിരുന്നു. അപ്പോൾ കുറച്ച് ബഗ്സ് അതിനകത്തുണ്ട്. ഫ്ലാഗിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ച് ബഗ്സും കാര്യങ്ങളും 8085 വരുന്നുണ്ട്. അതൊക്കെ 8086 അവർ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് എന്താണ്, നമുക്ക് ഒരു ബേസിക് പ്രോഗ്രാമിംഗ് പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത് 8085 അപ്പോൾ 8085 പ്രോഗ്രാമിംഗ് സ്റ്റാർട്ട് ചെയ്താണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈസി ആയിട്ട് തന്നെ പഠിച്ചു പോകാൻ പറ്റും. ഇപ്പോൾ 8085 പ്രോഗ്രാമിംഗ് പഠിക്കുന്നതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പ്രയറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് നോക്കിയിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ MUP. ഓക്കെ, ഇത് നമ്മുടെ MUP നിങ്ങൾക്കറിയാലോ, ഒരു നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ എന്തുണ്ട്? പ്രോസസ്സറുണ്ട്, മെമ്മറി ഉണ്ട്, പിന്നെ IO ഡിവൈസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവ തമ്മിൽ ഒരു കണക്ഷൻ വേണം അല്ലേ? ഡാറ്റ ട്രാൻസ്ഫർ പോസിബിൾ ആണെങ്കിൽ ഇവ മൂന്നും തമ്മിൽ ഒരു കണക്ഷൻ വേണം. അതാണ് ഈ പറഞ്ഞിട്ടുള്ള ബസ്സസ്. ഓക്കെ, ബസ്സസ് വഴി കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഡാറ്റ ട്രാൻസ്ഫർ ഏതൊക്കെ ബിറ്റ്വീൻ ഏത് സ്ട്രക്ചേഴ്സ് തമ്മിലാണ് ഡാറ്റ ട്രാൻസ്ഫർ നടക്കുന്നത്? മെയിനായിട്ടും MUP ആൻഡ് മെമ്മറി ആൻഡ് MUP ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്. മെമ്മറി ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ഡാറ്റ ട്രാൻസ്ഫർ അങ്ങനെ പോസിബിൾ ആവില്ല. ഓക്കെ, അങ്ങനെ പോസിബിൾ ആവുള്ള ചില എക്സെപ്ഷൻസ് ഉണ്ട്. അത് നിങ്ങൾക്ക് എന്തായാലും പറഞ്ഞുതരാം. MUP ഡയറക്റ്റ് മെമ്മറി ആക്സസ് വരുന്ന ചില ഇൻസ്ട്രക്ഷൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. അത് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. ഇത് മെമ്മറി, ഇത് IO ഡിവൈസ്. അപ്പോൾ ഇങ്ങനെ ഒരു ഡാറ്റ ട്രാൻസ്ഫറാണ് നിലവിൽ പോസിബിൾ ആകുന്നത്. ഫ്രം MUP ടു മെമ്മറി, ഫ്രം MUP ടു IO ഡിവൈസസ്. അപ്പോൾ ഈ ബസ്സസ് 3 ടൈപ്പ് ഉണ്ട്: അഡ്രസ് ബസ്, ഡാറ്റ ബസ് ആൻഡ് കൺട്രോൾ ബസ്. ഓക്കെ, അഡ്രസ് ബസ് പേര് പോലെ തന്നെ അഡ്രസ് ബസ് ഹോൾഡ്സ് ദ അഡ്രസ്. ഓക്കെ, അഡ്രസ് ബസ് ഹോൾഡ്സ് ദ അഡ്രസ് ഓഫ് ദ മെമ്മറി ലൊക്കേഷൻ. മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്. ഓക്കെ, അല്ലെങ്കിൽ മെമ്മറിയുടെ ഈ മെമ്മറി ലൊക്കേഷനിൽ ഇരിക്കുന്ന ഡാറ്റയുടെ അഡ്രസ്സ് ഹോൾഡ് ചെയ്യുന്ന ബസ്സാണ് അഡ്രസ് ബസ്. ഓക്കെ, അപ്പോൾ ഈ ഇതിൽ നിങ്ങൾ പ്രോഗ്രാമിങ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം അഡ്രസ്സ് എങ്ങനെയാണ് വരുന്നത്. 2000, 2001, 2002, 2003 അങ്ങനെയല്ലേ പോണേ. അപ്പോൾ ഈ വാല്യൂ എന്താണ്? ഒരു 16 ബിറ്റ് ഡാറ്റയാണല്ലേ. ഇതൊരു 16 ബിറ്റ് ഡാറ്റയാണ്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും അഡ്രസ് ബസ് ഒരു 16 ബിറ്റ് ബസ്സാണ്. ഓക്കെ, 16 ബിറ്റ് അഡ്രസ് ബസ് 16 ബിറ്റാണ്. ഡാറ്റ ബസ് ഒരു 8 ബിറ്റ് ബസ്സാണ്. ഓക്കെ, ഡാറ്റ ബസ് 8 ബിറ്റാണ്. ഓക്കെ, 8 ബിറ്റ് ഡാറ്റയാണ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുള്ളൂ. 8 ബിറ്റ് ബസ്സാണ് ഡാറ്റ ബസ്. ഓക്കെ, കാരണം എന്താണ്? നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ഡാറ്റ 8 ബിറ്റ് ആയിരിക്കും. ഓക്കെ, ഈ അഡ്രസ് ബസ്സിൽ ഉള്ള ഡാറ്റ എന്ന് പറഞ്ഞാൽ 8 ബിറ്റാണ്. അതായത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, ഓരോ മെമ്മറി ലൊക്കേഷൻസിലും നമ്മൾ ഒരു ബൈറ്റാണ് ഹോൾഡ് ചെയ്യുന്നത്. ഒരു ബൈറ്റ് അത് ഇപ്പോൾ 8085 മുതൽ നമ്മളിപ്പോൾ നിലവിൽ പഠിക്കുന്ന ഇൻ്റൽ കോർ i7 വരെ നോക്കി കഴിഞ്ഞാൽ ഒരു മെമ്മറി ലൊക്കേഷനിൽ സിംഗിൾ ബൈറ്റ് ഡാറ്റ ആയിരിക്കും ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഒരു മെമ്മറി ലൊക്കേഷനിൽ സിംഗിൾ ബൈറ്റ് ഡാറ്റ അല്ലെങ്കിൽ 8 ബിറ്റ് ഡാറ്റയാണ് ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ഡാറ്റ 8 ബിറ്റ് ബസ്സായിരിക്കും ഡാറ്റ ബസ്സായിട്ട് വരുന്നത്. പിന്നെ നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ബസ്സാണ് കൺട്രോൾ ബസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു
നമുക്ക് കുറച്ച് ഡാറ്റ, അതായത് മെമ്മറിയിൽ കുറച്ച് ഡാറ്റ ഉണ്ട്. ആ ഡാറ്റ നമുക്ക് മ്യൂപ്പിയിലേക്ക് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മ്യൂപ്പി മെമ്മറിയിൽ നിന്ന് എന്ത് ചെയ്യാണ്, ഡാറ്റ റീഡ് ചെയ്യാണ്. ഓക്കെ, അതുപോലെ തന്നെ മ്യൂപ്പി മെമ്മറിയിലേക്ക് കുറച്ച് ഡാറ്റ ഫീഡ് ചെയ്യണം. ഓക്കെ, ഏതെങ്കിലും മെമ്മറി ലൊക്കേഷനിലേക്ക് ഡാറ്റ സേവ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി മ്യൂപ്പി എന്ത് ചെയ്യാണ്, ഡാറ്റ റൈറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ മ്യൂപ്പി മെമ്മറിയിലേക്ക് ഡാറ്റ കൊടുക്കുവാണോ അല്ലെങ്കിൽ തിരിച്ച് മ്യൂപ്പി മെമ്മറി ഡാറ്റ റീഡ് ചെയ്യുകയാണോ നോക്കുന്നത്, അത് ഡിസൈഡ് ചെയ്യുന്നത് കൺട്രോൾ ബസ്സാണ്. ഓക്കെ, കൺട്രോൾ ബസ് പ്രൊഡ്യൂസസ് 2 types ഓഫ് സിഗ്നൽസ്. ഓക്കെ, റീഡ് ആൻഡ് റൈറ്റ്. ഓക്കെ, ഈ 2 സിഗ്നൽസും ആക്റ്റീവ് ലോ സിഗ്നൽസാണ്. ഓക്കെ, റീഡ് ബാർ ആൻഡ് റൈറ്റ് ബാർ. റീഡ് ബാർ ആൻഡ് റൈറ്റ് ബാർ 2 സിഗ്നൽസാണ്. ഈ കൺട്രോൾ ബസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 സിഗ്നൽസാണ് റീഡ് ബാർ ആൻഡ് റൈറ്റ് ബാർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ 2000-ൽ 25 എന്ന് പറഞ്ഞ ഡാറ്റയുണ്ട്, 2001-ൽ 35 എന്നുള്ള ഡാറ്റയുണ്ട്. ഓക്കെ, അപ്പോൾ 2000 16 ബിറ്റ് അഡ്രസ്സാണ്, അവിടെ 25 എന്നുള്ള 8 ബിറ്റ് ഡാറ്റ അതിനകത്തുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് 25 എന്നുള്ള ഡാറ്റ റീഡ് ചെയ്യണം. അതായത് 25 എന്നുള്ള ഡാറ്റ നമുക്കെന്ന് പറഞ്ഞാൽ മ്യൂപ്പിക്ക് എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം മ്യൂപ്പി എന്ത് ചെയ്യും, ഈ അഡ്രസ്സ് 2000 സെലക്ട് ചെയ്യും. ഓക്കെ, ഈ അഡ്രസ്സ് 2000 എന്നുള്ള അഡ്രസ്സ് സെലക്ട് ചെയ്യും. ഈ അഡ്രസ്സ് സെലക്ട് ചെയ്യുന്ന ആര് തന്നെയാണ്, അഡ്രസ് ബസ്സാണ്. ഓക്കെ, 2000 എന്നുള്ള അഡ്രസ്സ് സെലക്ട് ചെയ്യുന്ന ആരാണ്, അഡ്രസ് ബസ്സാണ്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ഈ ഡാറ്റ, ഈ 25 എന്നുള്ള ഡാറ്റ ഈ അഡ്രസ് ബസ്സിൽ 2000 എന്നുള്ള ആ ഒരു അഡ്രസ്സ് വരികയാണ്. 2000 എന്നാണ് 16 ബിറ്റാണ് അഡ്രസ് ബസ്, 16 ബിറ്റാണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. 2000 എന്നുള്ള അഡ്രസ് ബസ്സിൽ വന്നു, ഈ അഡ്രസ് സെലക്റ്റായി. ഈ അഡ്രസ്സിൽ എന്തുണ്ട്, 25 എന്നുള്ള ഡാറ്റയുണ്ട്. ആ ഡാറ്റ ബസ് വഴി വരും. ഓക്കെ, ഡാറ്റ ബസ് എത്രയാണ്, 8 ബിറ്റ് ഡാറ്റ, 8 ബിറ്റാണ് ഡാറ്റ, 8 ബിറ്റാണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ചോദ്യം ഇതാണ്, നമ്മൾ എങ്ങനെയാണ് ഇപ്പോൾ റീഡ് ചെയ്യണം, അതായത് അഡ്രസ് സെലക്ട് ആയിട്ടുണ്ട്, 25 എന്നുള്ള ഡാറ്റ എല്ലാം ഉണ്ട്. അപ്പോൾ ഈ 25 എന്നുള്ള ഡാറ്റ റീഡ് ചെയ്യണോ, എന്താണ് ചെയ്യേണ്ടത് എന്ന് മ്യൂപ്പിക്ക് മനസ്സിലാവണം. എങ്ങനെയാണ്, അവിടെ ആണ് നെക്സ്റ്റ് കൺട്രോൾ ബസ് വരുന്നത്, അതായത് നെക്സ്റ്റ് ബസ് കൺട്രോൾ ബസ് വരുന്നത്. കൺട്രോൾ ബസ് 2 സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യും, റീഡ് ഓർ റൈറ്റ്, റീഡ് ബാർ ഓർ റൈറ്റ് ബാർ, രണ്ടും ആക്റ്റീവ് ലോ ആണ്. ഈ 2 സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യും. റീഡ് ആണെങ്കിൽ കൺട്രോൾ ബസ് അവിടെ നിന്ന് റീഡ് ചെയ്യും, ഡാറ്റ റീഡ് ചെയ്യും. റൈറ്റ് ബാർ ആണെങ്കിലോ ഡാറ്റ അവിടെ റൈറ്റ് ചെയ്യും. അതായത് നമ്മുടെ കയ്യിൽ ഡാറ്റ ഉണ്ടാവും, ആ ഡാറ്റ ഏതെങ്കിലും രജിസ്റ്റേഴ്സ് ചെയ്യുന്ന ആ ഡാറ്റ എവിടേക്ക് റൈറ്റ് ചെയ്യും, 25ലേക്ക് റൈറ്റ് ചെയ്യും. ഓക്കെ, അവിടെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് രജിസ്റ്റേഴ്സ് ഉണ്ട്, A B C D E H L രജിസ്റ്റേഴ്സ് നമുക്ക് പറയാനുണ്ട്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും രജിസ്റ്റർ ചെയ്യുന്ന ഏതെങ്കിലും ഡാറ്റ ഈ 25ലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന അഡ്രസ് ബസ് പോയിൻ്റ് ചെയ്യുന്ന അഡ്രസ്സിലേക്ക് എന്ത് ചെയ്യും, ഡാറ്റ ലോഡ് ചെയ്യും. അതാണ് റൈറ്റ് ബാർ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 2 ടൈപ്സ് ഓഫ് ഓപ്പറേഷൻ ഉണ്ട്, റീഡ് ബാർ, റൈറ്റ് ബാർ. പിന്നെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, 3 ബസ് ഉണ്ട്, അഡ്രസ് ബസ്, ഡാറ്റ ബസ് ആൻഡ് കൺട്രോൾ ബസ്. അഡ്രസ് ബസ് അഡ്രസ് സെലക്ട് ചെയ്യാനായിട്ട്, ഡാറ്റ ബസ് ഡാറ്റ മ്യൂപ്പിയിലേക്ക് അല്ലെങ്കിൽ തിരിച്ചങ്ങോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട്, കൺട്രോൾ ബസ് എന്നാണ് ഈ മൊത്തം കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനായിട്ട്. ഓക്കെ, ഏതർ മ്യൂപ്പി ഡാറ്റ റീഡ് ചെയ്യണോ അല്ലെങ്കിൽ ഡാറ്റ മെമ്മറിയിലേക്ക് റൈറ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കാനായിട്ടാണ് കൺട്രോൾ ബസ്. അപ്പോൾ ഈ 3 ടൈപ്സ് ഓഫ് ബസ്സസ് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. കുറച്ച് കാര്യങ്ങളൊന്ന് റിഫ്രഷ് ചെയ്യുന്നുണ്ട്. പ്രോഗ്രാം കൗണ്ടർ എന്നാണ് നെക്സ്റ്റ്. അപ്പോൾ നമ്മളൊരു സീരീസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണം. ഓക്കെ, നമ്മളൊരു പ്രോഗ്രാം ഉണ്ട്, ആ പ്രോഗ്രാമിൽ സീരീസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഓക്കെ, സ്റ്റാർട്ടിങ് ഫ്രം 2000 സീരീസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് വരുന്നുണ്ട്. ഓക്കെ, ഈ സീരീസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ പോയിൻ്റ് ടു പോയിൻ്റ്, ഫ്രം ഇൻസ്ട്രക്ഷൻ ടു ഇൻസ്ട്രക്ഷൻ നമ്മളിങ്ങനെ ഓർഡറിൽ ചെയ്ത് പോകണമല്ലോ, അതിന് വേണ്ടിയാണ് പ്രോഗ്രാം കൗണ്ടർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പ്രോഗ്രാം കൗണ്ടർ ഒരു ടെമ്പററി സ്റ്റോറേജ് ആണ്. ഇറ്റ് ഹോൾഡ്സ് അഡ്രസ് ഓഫ് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ. ഓക്കെ, ഇപ്പോൾ 2000 ഇപ്പോൾ എന്താ പറയുക, ഇനിഷ്യലൈസ് HL പെയർ വിത്ത് 2000 ആണ് ഒരു അഡ്രസ്സെങ്കിൽ, ഒരു ഇൻസ്ട്രക്ഷൻ എങ്കിൽ ഇപ്പുറത്തേക്ക് എടുക്കാം. ഓക്കെ, രജിസ്റ്റേഴ്സ് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. രജിസ്റ്റേഴ്സ് ഫസ്റ്റ് PC ആണ്, ഇമ്പോർട്ടൻറ്റ് രജിസ്റ്ററാണ്. PC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മെയിനായിട്ട് മ്യൂപ്പി വെച്ച് ചെയ്യുന്നതാണ് പ്രോഗ്രാമിംഗ് ആണല്ലേ. പ്രോഗ്രാമിങ്ങിൽ സീരീസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, ഫ്രം 1 മെമ്മറി ലൊക്കേഷൻ ടു
നെക്സ്റ്റ് പ്രോഗ്രാം എൻഡ് ചെയ്യുന്നവരെയുള്ള മെമ്മറി ലൊക്കേഷനിലേക്ക് വരുന്ന എല്ലാ ഇൻസ്ട്രക്ഷൻസും ഉള്ളൊരു പ്രോഗ്രാമാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ ഈ പ്രോഗ്രാമിൽ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ എന്താണ്? ഇനിഷ്യലൈസ് HL പെയർ വിത്ത്, അത് നിങ്ങൾ നോക്കണം, HL എന്ന് എഴുതണ്ടോ, ഇനിഷ്യലൈസ് LXI H ആണ്, വിത്ത് 2000. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ എങ്കിൽ ആ ഇൻസ്ട്രക്ഷനിലേക്ക് പോയിന്റ് ചെയ്യുന്ന ആരാണ്? പ്രോഗ്രാം കൗണ്ടറാണ്. ഓക്കെ, പ്രോഗ്രാം കൗണ്ടർ ഹോൾഡ്സ് ദ അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ. ഓക്കെ, അതായത് ഇനിയിപ്പോൾ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഏതാണ്? ഇപ്പോൾ മൂവ് A, B. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഇതാണ്. അപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് ഹോൾഡ് ചെയ്യുന്ന ആരാണ്? പ്രോഗ്രാം കൗണ്ടറാണ്. ഓക്കെ, പ്രോഗ്രാം കൗണ്ടറിന് അറിയാം നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഏതാണ്, നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഏതാണ് സെലക്ട് ചെയ്യേണ്ടത്, നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഏതാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്ന് പ്രോഗ്രാം കൗണ്ടറിന് അറിയാം. ഓക്കെ, അപ്പോൾ പ്രോഗ്രാം കൗണ്ടർ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ എൻ്റെ അഡ്രസ്സ് എന്ത് ചെയ്യും? പ്രോഗ്രാം കൗണ്ടർ ഹോൾഡ് ചെയ്യും. ഓക്കെ, ഹോൾഡ് ചെയ്യും. മ്യൂപ്പി ആ അഡ്രസ്സ് ഫെച്ച് ചെയ്യും, ഡീകോഡ് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ പ്രോഗ്രാം കൗണ്ടർ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് ഹോൾഡ് ചെയ്യും, മ്യൂപ്പി ആ അഡ്രസ്സ് ഫെച്ച് ചെയ്യും, ഫെച്ച്, ഡീകോഡ് ആൻഡ് എക്സിക്യൂട്ട്. അപ്പോൾ ഈ 3 ഓപ്പറേഷൻസാണ് മ്യൂപ്പി ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ചെയ്യുന്നത്. പിന്നെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, ഇനി മ്യൂപ്പി ഒരു ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്തു. ഓക്കെ, പ്രോഗ്രാം കൗണ്ടർ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് ഹോൾഡ് ചെയ്തു. അപ്പോൾ മ്യൂപ്പി ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്തു. ഇനി ആ ഒരു പ്രോഗ്രാം ഡീകോഡ് ചെയ്ത് ആ ഒരു ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് കഴിയണവരെ പ്രോഗ്രാം കൗണ്ടർ വെയിറ്റ് ചെയ്യുമോ? ഇല്ല. പ്രോഗ്രാം കൗണ്ടർ അത് ഫെച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ എന്ത് ചെയ്യും? പ്രോഗ്രാം കൗണ്ടർ ഇൻക്രിമെൻറ്റ് ചെയ്യും. ഓക്കെ, ഇൻക്രിമെൻറ്റ് ചെയ്യും. പ്രോഗ്രാം കൗണ്ടർ എന്ത് ചെയ്യും? ഇൻക്രിമെൻറ്റ് ചെയ്യും. ഓക്കെ, പ്രോഗ്രാം കൗണ്ടർ ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യും. ഈ ബാക്ക്ഗ്രൗണ്ടിൽ എന്ത് നടക്കും? ഈ ബാക്കിയുള്ള ഡീകോഡിങ്, എക്സിക്യൂഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ എടുക്കും. അപ്പോൾ പ്രോഗ്രാം കൗണ്ടർ ചെയ്യുന്നത് എന്തുമാത്രമാണ്? ജസ്റ്റ് ഇറ്റ് ഹോൾഡ്സ് അഡ്രസ് ഓഫ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ. അപ്പോൾ വേറെ കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, പ്രോഗ്രാം കൗണ്ടർ എന്താണ് ഹോൾഡ് ചെയ്യുന്നത്? പ്രോഗ്രാം കൗണ്ടർ അഡ്രസ്സാണ് ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ, അഡ്രസ്സാണ് ഹോൾഡ് ചെയ്യുന്നത്. അഡ്രസ്സ് നമ്മുടെ മെമ്മറി ലൊക്കേഷൻ അഡ്രസ്സ് എന്താണ്? 16 ബിറ്റ് അഡ്രസ്സാണ് മെമ്മറി ലൊക്കേഷനുള്ളത്, അല്ലേ? 16 ബിറ്റാണ് മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സിൻ്റെ സൈസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോഗ്രാം കൗണ്ടർ എത്ര ബിറ്റാണ്? 16 ബിറ്റ് ആയിരിക്കും പ്രോഗ്രാം കൗണ്ടർ. അപ്പോൾ അതുപോലെ തന്നെ ജസ്റ്റ് ഓർത്തിരിക്കുക, സ്റ്റാക്ക് പോയിൻ്റർ നെക്സ്റ്റ് രജിസ്റ്ററാണ് സ്റ്റാക്ക് പോയിൻ്റർ. ഇപ്പോൾ നമ്മുടെ മെമ്മറിയിൽ നമുക്ക് മ്യൂപ്പി ഉണ്ട്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ഉണ്ട്, ഇത് മ്യൂപ്പി ഉണ്ട്, IO ഡിവൈസസ് ഉണ്ട്, മെമ്മറി ഉണ്ട്. ഓക്കെ, മെമ്മറിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റും, അല്ലേ? മെമ്മറിയിൽ നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റും. മെമ്മറിയിലും രജിസ്റ്റേഴ്സിലും അല്ലാണ്ട് നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാനുള്ള വേറൊരു പ്രൊവിഷനാണ് സ്റ്റാക്ക് പോയിൻ്റർ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അതായത് ജസ്റ്റ് ഒരു സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്ററാണ് സ്റ്റാക്ക് പോയിൻ്റർ എന്ന് പറഞ്ഞ്, സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്ററാണ് അത്. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, ഇതൊരു സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്ററാണ്. ജസ്റ്റ് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്ത് എന്താണ് സ്പെഷ്യലായിട്ട് വരുന്നത്? അതായത് ഇതൊരു എന്താ പറയുക, നമ്മുടെ ഒരു സ്ട്രക്ചേർഡ് മാനറിലായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുക. സ്ട്രക്ചേർഡ് മാനറിൽ, അതായത് ഇപ്പോൾ ഇതാണ് സ്റ്റാക്ക് എന്ന് വിചാരിക്കുക. സ്റ്റാക്ക് എന്താണ്? സ്റ്റാക്ക് പോയിൻ്റർ പോയിൻ്റ് ചെയ്യുന്ന മെമ്മറി ലൊക്കേഷനാണ് സ്റ്റാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റാക്ക്, ഓക്കെ, സ്റ്റാക്കിൽ ഇത്രയും ഡാറ്റാസ് ഉണ്ട്, 1 2 3 4 5. ഓക്കെ, ഇത്രയും ഡാറ്റാസ് സ്റ്റാക്കിൽ വരുന്നുണ്ട്. സ്റ്റാക്ക് പോയിൻ്റർ എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ സ്റ്റാക്ക് പോയിൻ്റർ ഹോൾഡ്സ് ദ അഡ്രസ് ഓഫ് ദ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക്. ഓക്കെ, അങ്ങനെ പറയാൻ കാരണം എന്താണ്? ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു സ്ട്രക്ചേർഡ് രജിസ്റ്ററാണ്. ഓക്കെ, അതായത് നമ്മളെന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കാനിടയ്ക്ക്, നമ്മളെന്തെങ്കിലും ഒരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കാനിടയ്ക്ക് നമുക്കൊരു ഡാറ്റ ഏതെങ്കിലും ഒരു രജിസ്റ്ററിൽ ഹോൾഡ് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട് തൽക്കാലത്തേക്ക്. ഓക്കെ, നമ്മുടെ അക്യുമുലേറ്റർ ഫില്ലാണ്, അല്ലെങ്കിൽ അക്യുമുലേറ്റർ ഫുൾ ടൈം യൂസിങ് ആണ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും രജിസ്റ്ററിൽ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട് കുറച്ച് നേരത്തേക്ക് മാത്രം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഡാറ്റ നമ്മൾ എന്ത് ചെയ്യും? സ്റ്റാക്ക് പോയിൻ്ററിലേക്ക് ഇടും. ഓക്കെ, സ്റ്റാക്ക് പോയിൻ്ററിൽ ആ ഡാറ്റ പോകുന്നത് എവിടെയാണ്? ഓൺ ടോപ്പ് ഓഫ് ദ സ്റ്റാക്കിലാണ് പോകുന്നത്. ഓക്കെ, ഓൺ ടോപ്പ് ഓഫ് ദ സ്റ്റാക്കിലാണ് പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ ആ ഡാറ്റ തിരിച്ചെടുക്കുമ്പോഴോ ടോപ്പിൽ നിന്നായിരിക്കും തിരിച്ചെടുക്കുക. ഓക്കെ, ഡാറ്റ നമ്മൾ സ്റ്റാക്ക് പോയിൻ്റിൽ സ്റ്റോർ ചെയ്യുമ്പോൾ ഓൺ ദ ടോപ്പ് ഓഫ് ദ സ്റ്റാക്കിലേക്കായിരിക്കും ഡാറ്റ പോവുക. ഓക്കെ, ഓൺ ദ ടോപ്പ് ഓഫ് ദ സ്റ്റാക്കിലേക്കായിരിക്കും പോവുക. അതുപോലെ തന്നെ ഡാറ്റ തിരിച്ചെടുക്കുമ്പോഴോ നമ്മൾ മുകളിൽ നിന്നായിരിക്കും തിരിച്ചെടുക്കുക. ഓക്കെ,
ഡാറ്റ മുകളിൽ നിന്ന് തിരിച്ചിട്ട്, അതായത് നമ്മുടെ മെസ്സേജൊക്കെ വരുന്നല്ലോ. മെസ്സേജ് എങ്ങനെയാണ്? അതൊരു സ്റ്റാക്ക് പോയിൻ്റർ, അതൊരു സ്റ്റാക്കാണ്. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, നമ്മുടെ മെസ്സേജിൻ്റെ ഇൻബോക്സ് ഒരു സ്റ്റാക്കാണ്. പുതിയ മെസ്സേജ് വരുന്നത് എവിടെയാണ്? ഏറ്റവും ടോപ്പിലായിരിക്കും വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം കാണുന്നത്, അതായത് നമ്മൾ പുറത്തേക്ക് എടുക്കുന്നത്, നമുക്ക് ഔട്ട്പുട്ടായിട്ട് തരുന്നത് എന്താണ്? ഫസ്റ്റ് മെസ്സേജാണ്. അതായത് ലാസ്റ്റ് വന്ന മെസ്സേജ് ആയിരിക്കും നമ്മൾ ആദ്യം കാണാം. അതായത് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്പുട്ട്, അതാണ് സ്റ്റാക്കിൻ്റെ ഒരു ക്രൈറ്റീരിയ. അതായത് അവസാനം വന്ന ഡാറ്റ ആയിരിക്കും നമുക്ക് പുറത്തേക്ക് ആദ്യം തരിക. ഓക്കെ, അപ്പോൾ സ്റ്റാക്ക് ഡിക്രിമെൻറ്റ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആദ്യം വന്ന ഡാറ്റയിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഓക്കെ, അതൊക്കെ പിന്നീട് നമുക്ക് പ്രോഗ്രാം ചെയ്യുമ്പോൾ പറയാൻ പറ്റും. സ്റ്റാക്ക് ഡിക്രിമെൻറ്റ് ചെയ്ത് സ്റ്റാക്ക് ഇൻക്രിമെൻറ്റും ചെയ്യാം, ഡിക്രിമെൻറ്റും ചെയ്യാം. അത് ഓരോ ഓപ്പറേഷൻ അനുസരിച്ചാണ്. അപ്പോൾ ഇനി നമ്മൾ ഡാറ്റ സ്റ്റാക്കിലേക്ക് സ്റ്റോർ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് പുഷ് ഓപ്പറേഷൻ. ഓക്കെ, ഡാറ്റ സ്റ്റാക്കിലേക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു രജിസ്റ്ററിൽ നിന്ന് ഡാറ്റ രജിസ്റ്റർ ഫില്ലാണ്, രജിസ്റ്റർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ രജിസ്റ്റർ ഒന്ന് ഫ്രീ ആക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ജസ്റ്റ് നമ്മൾ ഡാറ്റ സ്റ്റാക്കിലേക്ക് വിടും. ഓക്കെ, ആ ഡാറ്റ സ്റ്റാക്കിലേക്ക് വിടുന്ന ഓപ്പറേഷൻ പറയുന്ന പേരാണ് പുഷ് ഓപ്പറേഷൻ. ഇനി ഡാറ്റ സ്റ്റാക്കിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്നത്, ഔട്ട്പുട്ടായിട്ട് എടുക്കുന്നതിന് പറയുന്ന പേരാണ് പോപ്പ് ഓപ്പറേഷൻ. ഓക്കെ, ഇനി ഓരോ പുഷ് ഓപ്പറേഷനിലും സ്റ്റാക്ക് ഡിക്രിമെൻറ്റഡ് ആവും. ഓക്കെ, ഓരോ പുഷ് ഓപ്പറേഷനിലും എന്ത് ചെയ്യാണ്? സ്റ്റാക്ക് ഡിക്രിമെൻറ്റഡ് ആവും. പറയാൻ കാരണം എന്താണ്? ഇത് 4005 ആണ് അഡ്രസ്സ്, 4004 ആണ്, 4003 ആണ്, 4002 ആണ്, അതുപോലെ തന്നെ മുകളിലേക്ക് പോകണം അല്ലേ? അപ്പോൾ മുകളിലേക്ക് പോകുന്നതോറും എന്താണ്? അതായത് ടോപ്പിലേക്ക് പോകുന്നതോറും സ്റ്റാക്ക് ഡിക്രിമെൻറ്റഡ് ആവും. അതായത് ഓരോ പുഷ് ഓപ്പറേഷനിലും സ്റ്റാക്ക് എന്ത് ചെയ്യും? ഡിക്രിമെൻറ്റഡ് ആവും. ഓക്കെ, സ്റ്റാക്ക് പോയിൻ്റർ 16 ബിറ്റ് ഡാറ്റയാണ് ഹോൾഡ് ചെയ്യുന്നത് അല്ലേ? സ്റ്റാക്ക് പോയിൻ്റർ എന്നാണ് അഡ്രസ്സാണ് ഹോൾഡ് ചെയ്യുന്നത്. സ്റ്റാക്ക് പോയിൻ്റർ ഹോൾഡ്സ് ദ അഡ്രസ് ഓഫ് ദ സ്റ്റാക്ക്. സ്റ്റാക്ക് പോയിൻ്റർ ഒരിക്കലും ഡാറ്റ ഹോൾഡ് ചെയ്യുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഓർത്തിരിക്കുക, സ്റ്റാക്ക് പോയിൻ്റർ ഹോൾഡ്സ് ദ അഡ്രസ് ഓഫ് ദ സ്റ്റാക്ക്. ഓക്കെ, അപ്പോൾ അതായത് നമുക്കൊരു 8 ബിറ്റ് ഡാറ്റ അല്ലെങ്കിൽ 16 ബിറ്റ് ഡാറ്റ നമ്മൾ സ്റ്റോർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റാക്ക് പോയിൻ്ററിൽ 2 ലൊക്കേഷൻസിലായിട്ട് സ്റ്റോർ ചെയ്യേണ്ടി വരും. ഓക്കെ, കാരണം എന്താണ്? ഡാറ്റ എപ്പോഴും 8 ബിറ്റാണ്. ഓക്കെ, 8 ബിറ്റ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുള്ളൂ. നമ്മുടെ സിസ്റ്റത്തിൻ്റെ ALU എന്താണ്? 8 ബിറ്റ് ALU ആണ്. അപ്പോൾ ഓപ്പറേഷൻസ് ഒക്കെ 8 ബിറ്റ് ആയിട്ട് നടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന 8 ബിറ്റ് ആയിട്ടായിരിക്കും. അതുകൊണ്ട് അത് പിന്നെ പറയാം. ഇപ്പോൾ ജസ്റ്റ് ഇത്രയും ഓർത്തിരിക്കുക, സ്റ്റാക്ക് പോയിൻ്റർ എന്താണ്? 16 ബിറ്റാണ്. ഓക്കെ, 16 ബിറ്റ് രജിസ്റ്ററാണ് സ്റ്റാക്ക് പോയിൻ്റർ. ഇനി ബാക്കിയുള്ള ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. BCDEHL ഇത്രയും ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉണ്ട്. ബിയും സിയും ഡിയും ഇയും എച്ചും എല്ലും എന്താണ്? 8 ബിറ്റ് രജിസ്റ്റേഴ്സാണ്. ഓക്കെ, 8 ബിറ്റ് രജിസ്റ്റേഴ്സാണ്. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 16 ബിറ്റ് ഡാറ്റയും അതിൽ സ്റ്റോർ ചെയ്യാം. എങ്ങനെ അത് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കതിനെ രജിസ്റ്റർ പെയറായിട്ട് യൂസ് ചെയ്തിട്ട് 16 ബിറ്റ് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മിസ്സിങ് അല്ലേ? ഓക്കെ, എന്താണ്? അതിനെപ്പറ്റി ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഓക്കെ, അതൊക്കെ അറിയാവുന്ന സംഭവമാണ്. അതൊരു എയും 8 ബിറ്റ് രജിസ്റ്റർ തന്നെയാണ്. ഓക്കെ, ഈ കാണിച്ചിരിക്കുന്ന രജിസ്റ്റേഴ്സ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? മെയിനായിട്ടും നമ്മൾ എല്ലാ ഓപ്പറേഷൻസ് ചെയ്യാനായിട്ട്, എല്ലാ അരിത്തമെറ്റിക് ലോജിക് ഓപ്പറേഷൻസ് ചെയ്യാനായിട്ടാണ് ഈ രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. രജിസ്റ്റേഴ്സ് ആർ യൂസ്ഡ് ഫോർ സ്റ്റോറേജ്. ഓക്കെ, സ്റ്റോറേജ്, ജസ്റ്റ് സ്റ്റോറേജിന് വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു നമ്പർ 2, 3 ആഡ് ചെയ്യണം. 2 will be stored in one register, 3 will be stored in another register, and we can add B. അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ആഡ് ബി എന്ന് മാത്രം പറയണമെന്ന് പിന്നെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഇത് ബ്രഷപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ്. എല്ലാം 8 ബിറ്റാണ്. രജിസ്റ്റർ പെയർ എങ്ങനെയാണ്? 16 ബിറ്റാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് എങ്ങനെയാണ് സംഭവം എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ അതിന് തന്നെ നമുക്ക് ഒരു നമ്പർ 05 ആൻഡ് FF ആഡ് ചെയ്യണം. ഓക്കെ, 05 ആൻഡ് FF നമ്മൾ ആഡ് ചെയ്യണം. ആഡ് ടു 8 ബിറ്റ് നമ്പേഴ്സ് 05 ആൻഡ് FF. ഓക്കെ, അപ്പോൾ ഈ 05 ആൻഡ് FF നമ്മൾ എന്ത് ചെയ്യണം? രജിസ്റ്റേഴ്സിൽ സ്റ്റോർ ചെയ്യണം അല്ലേ? രജിസ്റ്റേഴ്സിൽ സ്റ്റോർ ചെയ്താൽ മാത്രമേ നമുക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ മെമ്മറി ലൊക്കേഷനിൽ നിന്ന് ആദ്യം 05 ഓർ FF കിടക്കുന്ന മെമ്മറി ലൊക്കേഷൻസ് ഇനിഷ്യലൈസ് ചെയ്തു, സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? നമ്മൾ സെക്കൻഡ് നമ്പർ ലോഡ് ചെയ്യാണ്. നമ്മൾ സെക്കൻഡ് നമ്പർ ലോഡ് ചെയ്തു. ഓക്കെ, സെക്കൻഡ് നമ്പർ FF ലോഡ് ചെയ്യുകയാണ്. സെക്കൻഡ് നമ്പർ ലോഡ് ചെയ്തു. പിന്നെ രജിസ്റ്റർ B. ഓക്കെ, സെക്കൻഡ് നമ്പർ ആദ്യം അഡ്രസ് ബസ് വഴി അഡ്രസ് സെലക്ട് ചെയ്തു. ഡാറ്റ ബസ് ഡാറ്റ ലോഡ് ചെയ്തു. ഇത് റീഡ് ഓപ്പറേഷനാണ്, അതുകൊണ്ട് റീഡ് ബാർ ലോ ആയി.
റൈറ്റ് ബാർ 1 ആയി. ഓക്കെ, റീഡ് ഓപ്പറേഷൻ ആയതുകൊണ്ട് റീഡ് ബാർ വിൽ ബി ലോ ആൻഡ് റൈറ്റ് ബാർ വിൽ ബി ഹൈ. ഓക്കെ, അപ്പോൾ ഒരു സം രജിസ്റ്റർ ബിയിലേക്ക് വന്നു. ഓക്കെ, ബിയിലേക്ക് വന്നു. ഇനി നമ്മൾ ആഡ് ബി കൊടുക്കണം. ഓക്കെ, അപ്പോൾ എന്താണ് ആഡ് ബി മാത്രമേ കൊടുത്തോളൂ. ഇപ്പോൾ ഫസ്റ്റ് ഓപ്പറൻ്റ് എവിടെയാണ്? ഇപ്പോൾ സാധാരണ എല്ലാ ഓപ്പറേഷനിലും രണ്ട് ഓപ്പറൻ്റ് വേണ്ടേ, ആഡ് എ ആൻഡ് ബി വേണ്ടേ. അപ്പോൾ ഫസ്റ്റ് ഓപ്പറൻ്റ് എവിടെയാണ്? ഫസ്റ്റ് ഓപ്പറൻ്റ് വിൽ ബി ഇൻ ദ അക്യുമിനേറ്റർ. ഓക്കെ, അക്യുമിനേറ്റർ ആയിരിക്കും ഫസ്റ്റ് ഓപ്പറൻ്റ് വരിക. 05 അക്യുമിനേറ്ററിലേക്ക് പോകും. ഓക്കെ, അതിനെ അക്യുമിനേറ്ററിൽ നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് നമ്പർ വെച്ചിട്ട് അക്യുമിനേറ്റർ ലോഡ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ അതായത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, ഫസ്റ്റ് നമ്പർ അതായത് ഫസ്റ്റ് ഓപ്പറൻ്റ് എപ്പോഴും എവിടെയായിരിക്കും? അക്യുമിനേറ്ററിലായിരിക്കും. ഓക്കെ, അക്യുമിനേറ്ററിലായിരിക്കും ഫസ്റ്റ് ഓപ്പറൻ്റ് ഉണ്ടാവുക, ആഡ് ബി. ഈ ആഡ് ചെയ്തിട്ട് വരുന്ന സം എവിടെയായിരിക്കും പോവുക? ഓട്ടോമാറ്റിക്കലി അക്യുമിനേറ്ററിലേക്കായിരിക്കും പോവുക. ഓക്കെ, ഓട്ടോമാറ്റിക്കലി രജിസ്റ്റർ എയിലേക്കായിരിക്കും പോവുക. ഓക്കെ, അതാണ് രജിസ്റ്റർ എയുടെ ഗുണം. അപ്പോൾ അതുകൊണ്ട് മോസ്റ്റ് ഓഫ് ദ ഓപ്പറേഷൻസ് 90% ഓഫ് ദ ഓപ്പറേഷൻസ് നമ്മൾ ചെയ്യുക രജിസ്റ്റർ എയിലായിരിക്കും. അതുകൊണ്ട് രജിസ്റ്റർ എയിനെ ഇമ്പോർട്ടൻറ്റ് രജിസ്റ്റർ എന്നായിരിക്കും നമ്മൾ പറയുക. ഇനി ഒരു നെക്സ്റ്റ് ഓപ്പറേഷൻ ചെയ്യുകയാണ്, നമ്മൾ ആഡ് സി ചെയ്യുകയാണ്. ആഡ് സി ചെയ്താലും ആഡ് സി ചെയ്യുകയാണ്. വേറെ നമ്പർ ഫെച്ച് ചെയ്തു, സി ആയിട്ട് ആഡ് ചെയ്തു. വേറെ നമ്പർ ഫെച്ച് ചെയ്ത് രജിസ്റ്റർ സിയിലേക്ക് ഇട്ടു. രജിസ്റ്റർ സിയിൽ ആഡ് സി കൊടുത്തു. ആഡ് സി എന്ന് പറഞ്ഞിട്ട് എന്താണ്? A+C ആണ്. അതായത് ഇത് സെക്കൻഡ് ഓപ്പറൻ്റ് ആണ്. ഫസ്റ്റ് ഓപ്പറൻ്റ് ഓൾവേസ് ബി ഇൻ ദ അക്യുമിനേറ്റർ. ഓക്കെ, അപ്പോൾ അക്യുമിനേറ്ററിലുള്ള ഫസ്റ്റ് ഓപ്പറൻ്റ് വെച്ച് ആഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് സം എവിടെ സ്റ്റോർ ചെയ്തു? വീണ്ടും അക്യുമിനേറ്ററിൽ സ്റ്റോർ ചെയ്തു. അതുകൊണ്ടാണ് അതിന് അക്യുമിനേറ്റർ എന്ന് പറയുന്നത്. ഇറ്റ് അക്യുമുലേറ്റ്സ് ദ ഡാറ്റ. അതായത് നമ്മൾ ചെയ്യുന്ന എല്ലാ ഓപ്പറേഷൻസിൻ്റെയും ഡാറ്റ അവിടെ അക്യുമുലേറ്റഡ് ആയിട്ട് എടുക്കും. അതുകൊണ്ടാണ് അക്യുമുലേറ്റർ എന്ന് വിളിക്കുക. അക്യുമുലേറ്റർ എന്ത് തന്നെയാണ്? ഒരു 8 ബിറ്റ് രജിസ്റ്ററാണ്. അക്യുമുലേറ്ററിന് രജിസ്റ്റർ പെയറായിട്ട് നമുക്ക് വിളിക്കാൻ പറ്റില്ല. ഓക്കെ, അക്യുമുലേറ്റർ രജിസ്റ്ററായിട്ട് ഒരു രജിസ്റ്ററിന് പെയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമുക്ക് വേണമെങ്കിൽ ചില ഓപ്പറേഷൻസിൽ അക്യുമുലേറ്ററിനെ രജിസ്റ്റർ പെയർ ചെയ്യാം. ഫ്ലാഗ് രജിസ്റ്റർ ആയിട്ടൊക്കെ നമുക്ക് പെയർ ചെയ്യാനായിട്ട് പറ്റും. അത് പിന്നെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, രജിസ്റ്റർ ഫ്ലാഗ് ആയിട്ടൊക്കെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റും. അതൊക്കെ ഇപ്പോൾ പറയേണ്ട കാര്യമില്ല. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ്. ഓക്കെ, ഇനി വരുന്ന ടെമ്പററി രജിസ്റ്ററൊക്കെയാണ്. ടെമ്പററി രജിസ്റ്റർ ഫോർ എ ടെമ്പററി സ്റ്റോറേജ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഡാറ്റ എവിടെയെങ്കിലും ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യേണ്ടെങ്കിൽ ടെമ്പററി രജിസ്റ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. WNDZ ടെമ്പററി രജിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ അത് ജസ്റ്റ് നമ്മൾ WZ എന്നുള്ള രജിസ്റ്റേഴ്സ് നിലവിൽ 8085 ഇല്ല. പക്ഷേ നമ്മൾ ഒരു ടെമ്പററി രജിസ്റ്ററായിട്ട് WNDZ യൂസ് ചെയ്യുന്നുണ്ട്. അത് പല ഓപ്പറേഷൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഇനി വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് അഡ്രസ്സിംഗ് മോഡ്സ്. അഡ്രസ്സിംഗ് മോഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ വേ ഇൻ വിച്ച് MUPI സ്പെസിഫൈഡ്സ് ദ അഡ്രസ്സ്. അതായത് മോഡ് അഡ്രസ്സ് ചെയ്യുന്നതിൻ്റെ മോഡുകളാണ് അഡ്രസ്സിംഗ് മോഡ്സ്. അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാനായിട്ട് പറഞ്ഞതാണ്. അതായത് നമ്മൾ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് ഓപ്പറേഷൻസ് നമ്മൾ 8085 ചെയ്യണമെങ്കിൽ ഓപ്പറാൻസ് വേണം. ഓക്കെ, അപ്പോൾ ഓപ്പറാൻസിനെ സ്പെസിഫൈ ചെയ്യുന്ന രീതിയാണ് അഡ്രസ്സിംഗ് മോഡ്സ്. ഓക്കെ, ഓപ്പറാൻസിനെ ഇതാണ് ഓപ്പറാൻഡ്, ഇന്നതാണ് ഓപ്പറാൻഡ് എന്ന് MUPIക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയാണ് അഡ്രസ്സിംഗ് മോഡ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? അഡ്രസ്സിംഗ് മോഡ്സ് ഈസി ആയിട്ട് നമുക്ക് പ്രോഗ്രാമർക്ക് മനസ്സിലാകാൻ പറ്റും. ഇന്ന കാര്യങ്ങളൊക്കെയാണ് MUPIക്ക് നമുക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറേ അഡ്വാൻറ്റേജാണ് അതിനകത്തുള്ളത്. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അഡ്രസ്സിംഗ് മോഡ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ഡയറക്റ്റ് അല്ല, അതിനെ പറയാനുള്ളത് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡാണ്. ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് എന്താണ്? ഇമ്മീഡിയറ്റ്ലി MUPIക്ക് മനസ്സിലാവും ഇന്നതാണ് ഡാറ്റ എന്ന്. ഓക്കെ, ഇമ്മീഡിയറ്റ്ലി MUPIക്ക് മനസ്സിലാവും ഇന്നതാണ് ഡാറ്റ എന്ന്. അതുപോലെ തന്നെ ഇമ്മീഡിയറ്റ്ലി ഇത് കാണുമ്പോൾ ഇൻസ്ട്രക്ഷൻ കാണുന്ന പ്രോഗ്രാമർക്ക് മനസ്സിലാവും ഇന്ന ഡാറ്റയാണ് നമ്മൾ MUPIക്ക് കൊടുക്കുന്നതെന്ന്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ഇപ്പോൾ ഇങ്ങനെയാണ് എഴുതുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ MVI A,25H. ഓക്കെ, അതായത് അക്യുമുലേറ്റർ ഷുഡ് ഗെറ്റ് ദ വാല്യൂ 25. അപ്പോൾ അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മൂവ് ഇമ്മീഡിയറ്റ്ലി A,25 എന്ന് പറഞ്ഞാൽ അക്യുമുലേറ്ററിന് 25 എന്നുള്ള ഡാറ്റ കിട്ടണം. ഓക്കെ, അപ്പോൾ ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡിൻ്റെ പ്രത്യേകത എന്താണ്? ഇൻസ്ട്രക്ഷനിലെ ഡാറ്റ സ്പെസിഫൈഡ് ആയിരിക്കും. ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡിൽ ഇൻസ്ട്രക്ഷനിൽ എന്തായിരിക്കും? ഡാറ്റ സ്പെസിഫൈഡ് ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ LXI B,4000. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇൻസ്ട്രക്ഷനിൽ ഡാറ്റ സ്പെസിഫൈഡ് ആയിരിക്കും. ഓക്കെ, ഈ 4000H കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഡൗട്ട് തോന്നും, ഇത് ഡാറ്റ ആണോ അഡ്രസ്സ് ആണെന്ന്. ഓക്കെ, അഡ്രസ്സ് എന്താണ്? 16 ബിറ്റ് ആണ്. അപ്പോൾ ഇത് ഡാറ്റ ആണോ അഡ്രസ്സ് ആണോ നമുക്ക് ഡൗട്ട് തോന്നും. പക്ഷേ ഇതെന്താണ്? ഇതൊരു ഡാറ്റയാണ്. കാര്യം പറഞ്ഞാൽ എന്താണ്? അഡ്രസ്സിംഗ് മോഡ് യൂസ് ചെയ്തിരിക്കുന്നത് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡാണ്. ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡായതുകൊണ്ട് ഇവിടെ ഡാറ്റയാണ് ബിയിലേക്ക് പോകുന്നത്. ഓക്കെ,
ഇനിയൊരു വേറെ കാര്യമുണ്ട്. ബി എന്താണ്? ജനറൽ പർപ്പസ് രജിസ്റ്ററാണ്. ബി ഒരു 8 ബിറ്റ് രജിസ്റ്ററാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ 16 ബിറ്റ് ഡാറ്റ ബിയിലേക്ക് പോകുന്നത്? ഒരിക്കലും പോകില്ല. 16 ബിറ്റ് ഡാറ്റ ഒരിക്കലും ബിയിലേക്ക് പോകില്ല. സോ ഹിയർ ബി ഈസ് ബി സി പെയർ. ഇവിടെ ബി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ബി സി പെയർ ആണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഈ ഒരു എക്സ് കണ്ടോ? ഈ ഒരു എക്സിൻ്റെ പ്രസൻസ് ഇവിടെ ഉണ്ടെങ്കിൽ ഓർത്തിരിക്കുക, ഈ എക്സ് കണ്ടില്ലേ, ഈ എക്സിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ, ഒരു ഇൻസ്ട്രക്ഷനിൽ എക്സിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അതിനോടൊപ്പം ചേർന്ന് വരുന്ന രജിസ്റ്റർ എന്തായിരിക്കും? ഒരു രജിസ്റ്റർ പെയർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. ഇവിടെ ഒരു എക്സിൻ്റെ പ്രസൻസ് ഉണ്ട്, അതുകൊണ്ട് രജിസ്റ്റർ പെയർ ആണ്. പിന്നെ ഇത് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡാന്ന് കാണുന്ന പറ്റും മനസ്സിലാവണം. ഇങ്ങനെയാണ്, ഇവിടെ ഇമ്മീഡിയറ്റ് എന്നുള്ള വാക്കുണ്ട്. ഓക്കെ, മൂവ് ഇമ്മീഡിയറ്റ്, അതായത് ഐ എന്നുള്ള ഇൻസ്ട്രക്ഷൻ നോക്കുക, അവിടെ ഡാറ്റ ഉണ്ടോ എന്ന് നോക്കുക, ഒരു നമ്പർ ഉണ്ടോ എന്ന് നോക്കുക. നമ്പർ ഉണ്ടെങ്കിൽ അത് അഡ്രസ്സാണോ ഡാറ്റ ആണോ എന്ന് അറിയാനായിട്ട് നമ്മൾ ജസ്റ്റ് നോക്കുക, ഒരു നമ്മുടെ ഇൻസ്ട്രക്ഷനിൽ ഐ ഉണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ഇവിടെ ഐ ഉണ്ട്, അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇതൊരു ഡാറ്റ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഡാറ്റ എയിലേക്ക് ഡയറക്റ്റ്ലായിട്ട് പോകാം, അത്രേ ഉള്ളൂ. ഡയറക്റ്റ് അഡ്രസ്സിംഗ് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? ഇതിൻ്റെ അഡ്വാൻറ്റേജ് പ്രോഗ്രാമറിന് ഈസി ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അത് ജസ്റ്റ് കണ്ടാൽ തന്നെ മനസ്സിലാവുള്ളേ, എയിലേക്ക് 25 എന്നുള്ള ഡാറ്റ പോകാമെന്ന് ഈസി ആയിട്ട് മനസ്സിലാവും. പക്ഷേ വേറെ കുഴപ്പമുണ്ട്, അതായത് ഇതിൻ്റെ സൈസ് കൂടുതലാണ്. ഓക്കെ, ഈ ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസിൻ്റെ സൈസ് കൂടുതലാണ്. അതിന് വേറെ കാര്യമുണ്ട്. സൈസ് കൂടുതലാണെന്ന് പറയാൻ കാരണം ഈ MVI A എന്ന് പറയുന്നത് എന്താണ്? ഇതിനൊരു ഓപ്പ് കോഡ് ഉണ്ട്. ഓക്കെ, MVI A എന്ന് പറയണം, അല്ലെങ്കിൽ വേണ്ട, ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. MVI A,25H ഇതാണ് ഇൻസ്ട്രക്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്തു. മ്യൂപ്പിക്ക് മനസ്സിലാവണമെങ്കിൽ അത് ഡീകോഡ് ചെയ്യണം. ഡീകോഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പ് കോഡ് ഇതിന് ഓരോന്നിനും ഓരോ ഓപ്പ് കോഡ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ MVI A,25 ഓപ്പ് കോഡ് ഉണ്ടാവുക, MVI Aക്കാണ് ഓപ്പ് കോഡ് ഉണ്ടാവുക? MVI Aക്കായിരിക്കും അല്ലേ? കാര്യം MVI A,25 ഓപ്പ് കോഡ് വേണമെങ്കിൽ MVI A,26, 27, 28 അങ്ങനെ എല്ലാ 16 ബിറ്റ് 8 ബിറ്റ് നമ്പേഴ്സിനും ഓപ്പ് കോഡ്, അതായത് 0 to 255, 256 ഓപ്പ് കോഡ്സ് വേണ്ടി വരും ഈ ഒരു നമ്പറിന് വേണ്ടി മാത്രം, ഈ ഒരു ഇൻസ്ട്രക്ഷന് വേണ്ടി മാത്രം. അപ്പോൾ അതുകൊണ്ട് അത് നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് MVI Aക്ക് മാത്രം ഒരു ഓപ്പ് കോഡും ഈ 25Hന് വേറെ ഓപ്പ് കോഡായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഓപ്പ് കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ബൈറ്റ് ആണ്. ഇതൊരു 2 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ ആയിരിക്കും. 1 ബൈറ്റ് ഫോർ MVI A ആൻഡ് നെക്സ്റ്റ് ബൈറ്റ് ഫോർ 25H. ഓക്കെ, 25H എന്ന് പറഞ്ഞാൽ 25 ആണ്, H ഹെക്സാഡെസിമൽ. അപ്പോൾ 25H നെക്സ്റ്റ് ഓപ്പ് കോഡായിരിക്കും. അതുകൊണ്ട് അത് ഇതിൻ്റെ സൈസ് ഓഫ് ദി ഇൻസ്ട്രക്ഷൻ 2 ബൈറ്റാണ്. ഓക്കെ, നമ്മൾ സൈസ് ഓഫ് ദി ഇൻസ്ട്രക്ഷൻ മാക്സിമം കുറയ്ക്കുകയാണ് വേണ്ടത്. കാര്യം എന്താണ്? നമ്മുടെ പ്രോഗ്രാം എത്ര സൈസ് കൂടുന്നോ അത്രയും ടൈം എടുക്കും എക്സിക്യൂട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു അഡീഷണൽ സബ്ട്രാക്ഷൻ എന്നുള്ള സിംപ്ലർ പ്രോഗ്രാംസിന് ടൈം കുറവാണ്. പക്ഷേ നമ്മൾ ഇൻ്റൽ കോർ i7 നമ്മളൊരു പ്രോഗ്രാം ചെയ്യുകയാണ്. നമ്മൾ എന്ത് ചെയ്യാണ്? പ്രോഗ്രാം ചെയ്യല്ല, ഇൻ്റൽ കോർ i7 നമ്മൾ ഒരു ഫിലിം എഡിറ്റ് ചെയ്യുകയാണ്, ഒരു മൂവി എഡിറ്റ് ചെയ്യുകയാണ്. മൂവി എഡിറ്റ് ചെയ്യുന്നതിന് എന്തുണ്ട്? സോഫ്റ്റ്വെയർ ഉണ്ട്, പ്രോഗ്രാമുണ്ട്, പ്രോഗ്രാമിന് ഓരോ ഓഫ് കോഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡാണ് അവിടെ ഉപയോഗിച്ചതെങ്കിൽ അങ്ങനെ ഒരുപാട് ലെങ്തി ആയിരിക്കും പ്രോഗ്രാം, അതുപോലെ തന്നെ ഒരുപാട് സൈസ് ഉള്ളായിരിക്കും പ്രോഗ്രാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒരു ഇമേജ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ പ്രോഗ്രാമിൻ്റെ സൈസ് വളരെ കൂടുതലായിരിക്കും, അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ടുള്ള ടൈം വളരെ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡ് അങ്ങനെ പ്രിഫർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ അങ്ങനെ പ്രിഫർ ചെയ്യുന്നില്ല. ഓക്കെ, റിക്വയർസ് മോർ സ്പേസ് ആണ് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡിൻ്റെ ഒരു ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ്. ഓക്കെ, രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ് ഓക്കെ, ഇതിൽ ഡാറ്റ ഈസ് സ്പെസിഫൈഡ് ഇൻ ദ രജിസ്റ്റേഴ്സ്. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. മൂവ് B, C. ഇപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്ന എന്താണ്? രജിസ്റ്റേഴ്സാണ് കാണിച്ചിരിക്കുന്നത്. ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ആയിട്ടുള്ള B and C ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ മൂവ് കണ്ടൻറ്റ് ഓഫ് C ഇൻറ്റു B, അതല്ലേ B, C. B ഫസ്റ്റ് രജിസ്റ്റർ ഡെസ്റ്റിനേഷൻ, സെക്കൻഡ് രജിസ്റ്റർ സോഴ്സ്. അപ്പോൾ സിയിലെ കണ്ടൻസ് ബിയിലേക്ക് മൂവ് ചെയ്യുക, അതാണ് ഈ ഇൻസ്ട്രക്ഷൻ. ഓക്കെ, അപ്പോൾ ഇത് എന്താണ്? ഒരു രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, ഇതിന് B, Cക്ക് ഒരു ഓപ്പ് കോഡ് ഉണ്ടാവും. ഓക്കെ, B, Cക്ക് ഒരു ഓപ്പ് കോഡ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എന്താണ്? ഇതൊരൊറ്റ 1 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ ആയിരിക്കും. ഓക്കെ, B, Cക്ക് ഒരു ഓപ്പ് കോഡ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇതൊരു സിംഗിൾ ബൈറ്റ് ഇൻസ്ട്രക്ഷൻ ആയിരിക്കും. അപ്പോൾ എന്താണ്? സൈസ് കുറഞ്ഞു, അതൊരു അഡ്വാൻറ്റേജ് അല്ലേ? ഓക്കെ, പിന്നെ
ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയാനാണെങ്കിൽ പ്രോഗ്രാമർക്ക് മനസ്സിലാവാൻ കുറച്ച് പാടാണ്, ഇച്ചിരി കൂടെ കോംപ്ലക്സ് ആണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇനി ഇതിൻ്റെ വേറെ എക്സാമ്പിൾ INRC ഇൻക്രിമെൻറ്റ് സി രജിസ്റ്റർ ഇൻക്രിമെൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ കാണിച്ചാണ് ഇതിൽ വന്നിരിക്കുന്ന എന്താണ്, രജിസ്റ്ററാണ്. ഓക്കെ, ഈ ഒരു ഇൻസ്ട്രക്ഷനിൽ വന്നിരിക്കുന്നതാണ് രജിസ്റ്ററാണ്. അതുകൊണ്ട് തന്നെ ഈ അഡ്രസ്സിംഗ് മോഡ് എന്നാണ് രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് അഡ്രസ്സിംഗ് മോഡാണ് ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് അഡ്രസ്സിംഗ് മോഡാണ് ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്. നമ്മൾ എല്ലാ പ്രോഗ്രാംസിലും യൂസ് ചെയ്യുന്ന അഡ്രസ്സിംഗ് മോഡ് ഇത് തന്നെയായിരിക്കും. ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡായിരിക്കും നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേറൊരു ഇതുവരെ പറയാത്തൊരു ടേമുണ്ട്, മെമ്മറി പോയിൻ്റർ എം. ഓക്കെ, മെമ്മറി പോയിൻ്റർ എം. ഓക്കെ, മെമ്മറി പോയിൻ്റർ എം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എം ഈസ് എ ലൊക്കേഷൻ പോയിൻറ്റഡ് ബൈ സം രജിസ്റ്റർ പെയർ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് എക്സാമ്പിൾ പറയാം. LDAX B. ഓക്കെ, അതായത് LDAX-B എന്താണ്, മൂവ് B to A ആണോ? അതായത് മൂവ് ദ കണ്ടൻസ് ഓഫ് B to A ആണോ? അല്ല, കാര്യം എന്നാണ് ഇവിടെ എക്സ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇത് രജിസ്റ്റർ പെയർ ആണ്. ഓക്കെ, ഇതൊരു BC ആണ്. ഓക്കെ, BC എന്ന് എഴുതേണ്ടതായിട്ടില്ല, രജിസ്റ്റർ പെയർ ആണ്, BC ആണ്. ഇപ്പോൾ മൂവ് ദ കണ്ടൻസ് ഓഫ് BC to A ആണോ? ഒരിക്കലും പറ്റില്ല. കാര്യം എന്താണ്, BC ഒരു 16 ബിറ്റ് രജിസ്റ്ററാണ്, A എന്താണ് ഒരു 8 ബിറ്റ് രജിസ്റ്ററാണ്. ഒരിക്കലും നമുക്ക് BCയുടെ കണ്ടൻസ് Aയിലേക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ എന്താണ്, അതായത് BC എന്ന് പറയുന്ന സംഭവം, BC എന്ന് പറഞ്ഞ രജിസ്റ്ററിൻ്റെ ഉള്ളിൽ ഒരു അഡ്രസ്സാണുള്ളത്. ഓക്കെ, BC എന്ന് പറഞ്ഞ രജിസ്റ്ററിൻ്റെ ഉള്ളിൽ അഡ്രസ്സാണുള്ളത്. LDAX-B എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂവ് ദ കണ്ടൻസ് ഓഫ് ദ മെമ്മറി ലൊക്കേഷൻ M. ഓക്കെ, മൂവ് ദ കണ്ടൻസ് ഓഫ് ദ മെമ്മറി ലൊക്കേഷൻ, സോറി BC അല്ല വരേണ്ടത് കേട്ടോ, LDAX-H ആണ് വരേണ്ടത്. ഓക്കെ, മൂവ് ദ കണ്ടൻസ് ഓഫ് ദ മെമ്മറി ലൊക്കേഷൻ M. ഓക്കെ, പോയിൻറ്റഡ് ബൈ HL പെയർ. HL പെയർ എന്താണ് ചെയ്യുക, ഈ അതായത് HL പെയർ ആണ്. HL പെയർ ആണ് എന്താണ് ചെയ്യുക, ഒരു മെമ്മറി ലൊക്കേഷനിലേക്ക് പോയിൻ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, ഒരു മെമ്മറി ലൊക്കേഷൻ എമ്മിലേക്ക് പോയിൻ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, മെമ്മറി ലൊക്കേഷൻ എമ്മിലേക്ക് പോയിൻ്റ് ചെയ്യുക. ആ മെമ്മറി ലൊക്കേഷനിലുള്ള ഡാറ്റ എന്ത് ചെയ്യാണ്, എയിലേക്ക് മൂവ് ചെയ്യണം. അപ്പോൾ ഇവിടെ നിലവിൽ കൊടുത്തിരിക്കുന്ന ഒരു രജിസ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. ആ രജിസ്റ്ററിലുള്ള ഒരു അഡ്രസ്സാണ്, ആ അഡ്രസ്സിലുള്ള ഡാറ്റ എങ്ങോട്ടേക്ക് മൂവ് ചെയ്യാണ്, എയിലേക്ക് മൂവ് ചെയ്യണം. അപ്പോൾ അതൊരു ഇൻഡയറക്റ്റ് വേ ആയില്ലേ. ഓക്കെ, അതായത് STAX-B. ഓക്കെ, സ്റ്റോർ ദ വാല്യൂ ഓഫ് A into B രജിസ്റ്റർ ആണോ? അല്ല, ഇവിടെ എക്സ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് അത് BC പെയർ ആണ്. സ്റ്റോർ ദ വാല്യൂ ഓഫ് A into BC പെയർ ആണോ? അല്ല, കാര്യം എന്താണ്, BC ഒരു 16 ബിറ്റ് രജിസ്റ്റർ ആണ്, A ഒരു 8 ബിറ്റ് രജിസ്റ്റർ ആണ്. അപ്പോൾ ഇതേത്രയുള്ളൂ. സ്റ്റോർ ദ വാല്യൂ ഓഫ് അക്യുമുലേറ്റർ ടു ദ മെമ്മറി ലൊക്കേഷൻ പോയിൻറ്റഡ് ബൈ A. ഓക്കെ, ടു ദ മെമ്മറി ലൊക്കേഷൻ പോയിൻറ്റഡ് ബൈ A. ഓക്കെ, ഇത് HL പെയർ പോയിൻ്റ് ചെയ്യുന്ന മെമ്മറി ലൊക്കേഷനെ നമ്മൾ M എന്നായിരിക്കും വിളിക്കുക. ഓക്കെ, HL പെയർ ഓൾവേസ് HL പെയർ പോയിൻറ്റ്സ് ടു മെമ്മറി ലൊക്കേഷൻ M. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഏത് ലൊക്കേഷനിലേക്ക് വേണമെങ്കിൽ പോയിൻ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ഓർത്തിരിക്കുക. ഇത് നെക്സ്റ്റ് അഡ്രസ്സിംഗ് മോഡാണ്. ഇനി നെക്സ്റ്റ് ഇംപ്ലൈഡ് അഡ്രസ്സിംഗ് മോഡ്. ഇപ്പോൾ ഈ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുക. ഓക്കെ, കാര്യം എന്താണ്, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാം, അതായത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാം ലൂപ്പ് ചെയ്യണമെങ്കിൽ, അതായത് ഒരു പ്രോഗ്രാം കണ്ടിന്യൂസ്ലി ഒരു ലൂപ്പിൽ കിടന്ന് നമുക്ക് ചെയ്യണമെങ്കിൽ, ഒരു പ്രോഗ്രാം ലൂപ്പ് ചെയ്യണമെങ്കിൽ, ഉദാഹരണം പറയുകയാണെങ്കിൽ 1 to 10 നമ്പേഴ്സ് നമ്മൾ കോൺസിക്യൂട്ടീവ്ലി ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 1 to 10 നമ്പേഴ്സ് നമ്മൾ ഓരോന്നും ഓരോ ലിസ്റ്റിലേക്ക് മൂവ് ചെയ്തിട്ട് ഓരോന്നും ആഡ് ചെയ്ത് അത് പോകേണ്ട കാര്യമില്ല, അത് ഭയങ്കര ലെങ്തി ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് 2 നമ്പർ എടുക്കുക, 2 മെമ്മറി, ഇപ്പോൾ താഴത്തെ മെമ്മറി ലൊക്കേഷൻസിൽ നിന്ന് 2 മെമ്മറി ലൊക്കേഷൻസിൽ നിന്ന് ഫസ്റ്റ് നമ്പർ എടുക്കുക, സെക്കൻഡ് നമ്പർ എടുക്കുക. ഓക്കെ, ആഡ് ചെയ്യുക, അതിൻ്റെ റിസൾട്ട് സ്റ്റോർ ചെയ്യുക. നെക്സ്റ്റ് എന്ത് ചെയ്താൽ മതി, ഇത് ഇൻക്രിമെൻറ്റ് ചെയ്യുക. ഓക്കെ, ഇത് ഇൻക്രിമെൻറ്റ് ചെയ്യുക, നെക്സ്റ്റ് ഈ നമ്പർ ഇൻക്രിമെൻറ്റ് ചെയ്യുക, അതോടൊപ്പം ഇൻക്രിമെൻറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാതെ, ഇപ്പോൾ എത്ര നമ്പറാണോ പറഞ്ഞിരിക്കുന്നത് അത് എത്ര 9 നമ്പർ നമ്മൾ ആഡ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുകയാണെങ്കിൽ 9 നമ്പർ ആഡ് ചെയ്യുന്നവരെ നമ്മൾ ഈ പ്രോഗ്രാം ഒന്ന് കൊണ്ടുപോയാൽ മതി, കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി. അതായത് ഏതെങ്കിലും ഒരു രജിസ്റ്ററിൽ ഈ 9 എന്നുള്ള കൗണ്ട് വെച്ചിട്ട് ഈ കൗണ്ട് ഡിക്രിമെൻറ്റ് ചെയ്ത് ഈ കൗണ്ട് 0 ആവുന്നവരെ എന്ത് ചെയ്താൽ മതി, ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്താൽ മതി. ആ ഒരു ലൂപ്പിംഗ് പ്രോസസ്സർ നടക്കുന്നത് എവിടെ മാത്രമാണ്, ഈ ഒരു
ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിൽ മാത്രമാണ് ഈ ലൂപ്പിംഗ് പ്രോസസ്സർ എടുക്കുള്ളൂ. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ കുറച്ച് ഇനിയിപ്പോൾ ഒരു ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് വെച്ചിട്ടായിരിക്കും നമുക്ക് എല്ലാം പ്രോഗ്രാം ചെയ്യാം. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഇപ്പോൾ ജസ്റ്റ് ഇത്രയും ഓർത്തിരിക്കാം, ലൂപ്പിംഗ് പ്രൊസീജിയേഴ്സ് നടക്കുന്നത് ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിൽ മാത്രമായിരിക്കും. ഓക്കെ, ബാക്കിയുള്ള അഡ്രസ്സിംഗ് മോഡിൽ അങ്ങനത്തെ വലിയ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡിൽ യൂസ് ചെയ്യുന്ന പ്രോഗ്രാം കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിരിക്കും, കാണുമ്പോൾ കുറച്ച് കോംപ്ലക്സ് ആയിരിക്കും, പക്ഷേ എന്താണ് അവരെ സൈസ് കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ അത് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇംപ്ലൈഡ് അഡ്രസ്സിംഗ് മോഡ്. ഇംപ്ലൈഡ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറഞ്ഞാൽ ഓപ്പറൻറ്റ് നമ്മൾ അഡ്രസ്സിംഗ് മോഡിൽ കൊടുക്കുന്നില്ല. ഓക്കെ, ഓപ്പറൻറ്റ് അതായത് ഏത് ഓപ്പറൻറ്റിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് നമ്മുടെ അഡ്രസ്സിൽ കൊടുക്കുന്നില്ല. അപ്പോൾ അത് ഇംപ്ലൈഡ് ആയിരിക്കും. അതായത് എസ് ടി സി ഈ ഒരു പ്രോഗ്രാം വേറെ അതിനകത്ത് കൂടുതൽ ഓപ്പറൻറ്റ് നമ്മൾ കൊടുക്കുന്നില്ല. STC എന്നുള്ള ഒരൊറ്റ ഇൻസ്ട്രക്ഷൻ മാത്രമേ ഉള്ളൂ. സെറ്റ് ദ ക്യാരി ഫ്ലാഗ് ടു 1, അതാണ് STC. അല്ലെങ്കിൽ STA വേറെ ഉണ്ടോ, സ്റ്റോർ വാല്യൂ അക്യുമുലേറ്റർ. അപ്പോൾ അവിടെ നമ്മൾ ഓപ്പറൻറ്റ് കൊടുക്കണം. STC സെറ്റ് ദ ക്യാരി ഫ്ലാഗ് ആണ്. ഓക്കെ, നെക്സ്റ്റ് CMP എന്താണ്? കോംപ്ലിമെൻറ്റ് ദ ക്യാരി ഫ്ലാഗ് ഇൻ ദ ഫ്ലാഗ് രജിസ്റ്റർ. ഓക്കെ, കോംപ്ലിമെൻറ്റ് ദ ക്യാരി ഫ്ലാഗ്, അതാണ് CMC. അപ്പോൾ ഇങ്ങനത്തെയുള്ള ഇൻസ്ട്രക്ഷൻസിന് നമ്മൾ സെപ്പറേറ്റ് ഓപ്പറൻറ്റ് കൊടുക്കേണ്ട കാര്യമില്ല. അതാണ് ഇംപ്ലൈഡ് അഡ്രസ്സിംഗ് മോഡ്. അതുകൊണ്ട് ഇംപ്ലൈഡ് അഡ്രസ്സിംഗ് മോഡ് അങ്ങനെ കാര്യമായിട്ടൊന്നും യൂസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെ. പക്ഷേ അങ്ങനെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡായിരിക്കും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഈ അഡ്രസ്സിംഗ് മോഡ്സ് ജസ്റ്റ് നോക്കി വയ്ക്കാം. ഇപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞ് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡിൻ്റെ പ്രത്യേകത എന്താണ്? ഒരു എന്നുള്ള ടൈം അവിടെ ഉണ്ടാവും. അത് നമ്മുടെ ഇൻസ്ട്രക്ഷനിൽ ഒരു ഡാറ്റ ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡായിരിക്കും. അതായത് മൂവ് ACOMMA 25H ഡാറ്റയാണ്, അഡ്രസ്സല്ല. അപ്പോൾ അത് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡെന്ന് മനസ്സിലാവണമെങ്കിലാണ് ഒരു ഉണ്ടാവും അവിടെ. അതുപോലെ തന്നെ LXI B 4000H ബിയിലേക്ക് 4000H നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. കാര്യം എന്താണ്? ബി ഒരു സിംഗിൾ രജിസ്റ്ററാണ്. ഇപ്പോൾ ബി എന്തായിരിക്കണം? ഒരു രജിസ്റ്റർ പെയറാണെങ്കിൽ മാത്രമാണ് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ബി രജിസ്റ്റർ പെയറാണ്. രജിസ്റ്റർ പെയറാണെന്ന് മനസ്സിലാവണമെങ്കിലാണ് നമ്മുടെ ഇൻസ്ട്രക്ഷനിൽ X എന്ന് പറയുന്ന ടൈം ഉണ്ടെങ്കിൽ അത് രജിസ്റ്റർ പെയർ ആയിരിക്കും. ഓക്കെ, ഈ രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ് നമ്മുടെ ഇൻസ്ട്രക്ഷനിൽ രജിസ്റ്റേഴ്സ് കാണിക്കുന്നുണ്ട്. രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡായിരിക്കും. മൂവ് BCOMMA മൂവ് ACOMMA തുടങ്ങിയുള്ള അഡ്രസ്സിംഗ് മോഡ്സ് എല്ലാം രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡാണ്. ആഡ് ബി തുടങ്ങിയുള്ള അഡ്രസ്സിംഗ് മോഡ്സ് ഒക്കെ എന്തിനാണ്? രജിസ്റ്റർ അഡ്രസ്സിംഗ് മോഡ്സാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് അഡ്രസ്സിംഗ് മോഡ്സ്. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. സിമ്പിൾ പ്രോഗ്രാംസ് ജസ്റ്റ് നമുക്ക് നോക്കി വെക്കാം. ടു ആഡ് 2 numbers. ഓക്കെ, ഫസ്റ്റ് നമ്പർ ഈസ് ഇൻ 2000, സെക്കൻഡ് നമ്പർ ഈസ് സ്റ്റോർഡ് ഇൻ 2001, ദ റിസൾട്ട് ഷുഡ് ബി സ്റ്റോർഡ് ഇൻ 2002, ക്യാരി ഷുഡ് ബി സ്റ്റോർഡ് ഇൻ 2003. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രോഗ്രാം. ഫസ്റ്റ് നമ്പർ, സെക്കൻഡ് നമ്പർ, ഫസ്റ്റ് നമ്പറോടെ കൊടുക്കുകയാണ്, സെക്കൻഡ് നമ്പറോടെ കൊടുക്കുകയാണ്, റിസൾട്ട് ക്യാരി ഇങ്ങനെ സ്റ്റോർ ചെയ്യാണ്. ഇതാണ് നമ്മുടെ ഇൻസ്ട്രക്ഷൻ, നമ്മുടെ പ്രോഗ്രാം. ഓക്കെ, സമ്മൂടെ ക്യാരിയുടെ. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ചെയ്ത് തുടങ്ങാം. ഫസ്റ്റ് അക്യുമുലേറ്ററിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് നമ്പർ കൊണ്ടുവരിക. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, നമ്മൾ ഓപ്പറാൻഡ് ഡാറ്റ നമ്മൾ മെമ്മറിയിൽ നിന്ന് കളക്ട് ചെയ്യുന്നത് അക്യുമുലേറ്ററിലേക്ക് മാത്രമാണ് പറ്റുള്ളൂ. LDB എന്നുള്ള പ്രോഗ്രാമൊന്നുമില്ല. ഓക്കെ, LDA ലോഡ് അക്യുമുലേറ്റർ വിത്ത് ദ വാല്യൂ ഇൻ 2000H. അതായത് 2000Hലാണ് നമ്മൾ ഫസ്റ്റ് നമ്പർ കൊടുത്ത് ലോഡ് അക്യുമുലേറ്റർ വിത്ത് ദ വാല്യൂ ഇൻ 2000H. 2000Hലുള്ള വാല്യൂ വെച്ച് നമ്മൾ അക്യുമുലേറ്റർ ലോഡ് ചെയ്തു. അക്യുമുലേറ്ററിലേക്ക് മാത്രമാണ് നമ്മൾ ഡാറ്റ ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, LDB LDC എന്നുള്ള ഓപ്പറൻസ് ഒന്നുമില്ല, അല്ല എന്നുള്ള ഇൻസ്ട്രക്ഷൻ ഒന്നുമില്ല. ഓക്കെ, അപ്പം LDA 2000H ലോഡ് അക്യുമുലേറ്റർ വിത്ത് ദ വാല്യൂ 2000H. ഇനി ഫസ്റ്റ് നമ്പർ ലോഡ് ചെയ്തില്ലേ? ഓക്കെ, ഇനി സെക്കൻഡ് നമ്പർ ലോഡ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ലോഡ് LDA 2001H വേണം. ഓക്കെ, പക്ഷേ അക്യുമുലേറ്ററിൽ ഓൾറെഡി 2000Hലെ വാല്യൂ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അക്യുമുലേറ്റർ എംപ്റ്റി ചെയ്യണം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ലോഡ് A വിത്ത് ഫസ്റ്റ് വാല്യൂ. ഓക്കെ, അപ്പോൾ അക്യുമുലേറ്ററിൽ ഓൾറെഡി ഫസ്റ്റ് നമ്പർ ഇരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ ഫസ്റ്റ് നമ്പറിനെ വേറെ ഏതെങ്കിലും രജിസ്റ്ററിലേക്ക് നമ്മൾ മാറ്റണം. ലോഡ് അക്യുമുലേറ്റർ മാറിപ്പോയി. ലോഡ് അക്യുമുലേറ്റർ അല്ല, മൂവ് B ഫ്രം A. ഓക്കെ, അതായത് അക്യുമുലേറ്ററുള്ള വാല്യൂ നമ്മൾ ഒരു രജിസ്റ്റർ ബിയിലേക്ക് സ്റ്റോർ ചെയ്തു. അപ്പോൾ ഫസ്റ്റ് വാല്യൂ സേഫായിട്ട് രജിസ്റ്റർ ബിയിലുണ്ട്. ഓക്കെ, അപ്പോൾ എയിൽ നിന്ന് ഡാറ്റ ബിയിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ അക്യുമുലേറ്റർ ഫ്രീ ആയല്ലോ. ഇനി സെക്കൻഡ് നമ്പർ എടുക്കുവാണ്. ലോഡ് അക്യുമുലേറ്റർ വിത്ത് ദ വാല്യൂ ഇൻ 2001H. ഓക്കെ, 2001Hലെ വാല്യൂ വെച്ച് അക്യുമുലേറ്റർ സ്റ്റോർ ചെയ്തു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് നമ്പർ എവിടെയുണ്ട്? ഫസ്റ്റ് നമ്പർ അക്യുമുലേറ്ററിലുണ്ട്, ഫസ്റ്റ് ഓപ്പറൻറ്റ് അക്യുമുലേറ്ററിലുണ്ട്, സെക്കൻഡ് ഓപ്പറൻറ്റ് ബിയിലുണ്ട്. ഓക്കെ,
always first operand will be in the accumulator. Okay, first operand will be always in the accumulator. Okay, അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. ഇനി ആഡ് ബി വേറെ ഓപ്പറൻ്റ് കൊടുത്തിട്ടില്ല. എന്താ കാരണം? ഫസ്റ്റ് ഓപ്പറൻ്റ് അക്യുമുലേറ്റർ തന്നെയാണ്. ആഡ് എ പ്ലസ് ബി എന്നാണ് ഇതിൻ്റെ അർത്ഥം, ആഡ് ബിയുടെ അർത്ഥം. ഓക്കെ, നെക്സ്റ്റ് സ്റ്റോർ ദ വാല്യൂ. ആഡ് ബി ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് എവിടെയായിരിക്കും പോവുക? അക്യുമുലേറ്ററിലേക്കായിരിക്കും റിസൾട്ട് പോവുക. ഓക്കെ, അപ്പോൾ അത് ഓർത്തിരിക്കുക. അതുകൊണ്ടാണ് അതിനെ അക്യുമുലേറ്റർ എന്ന് വിളിക്കുക. ഓക്കെ, അക്യുമുലേറ്ററിലേക്ക് റിസൾട്ട് പോയി. സ്റ്റോർ ദ വാല്യൂ ഓഫ് എ ഇൻ 2002 നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 2002 നമ്മൾ സമ്മ് സ്റ്റോർ ചെയ്യുക. ഓക്കെ, സമ്മ് 2002 സ്റ്റോർ ചെയ്യുക. സ്റ്റോർ ദ വാല്യൂ ഓഫ് എ ഇൻ 2002. ഇനി ഒരു ക്യാരി വന്നിട്ടുണ്ടല്ലോ. ഓക്കെ, ക്യാരി നമ്മൾ ക്യാരി സീലുണ്ട്. ഓക്കെ, സ്റ്റോർ ദ വാല്യൂ ഓഫ്, സോറി അത് വേണ്ട, നമ്മൾ മൂവ് അക്യുമുലേറ്ററുള്ള സംഭവം നമ്മൾ 2002 കൊടുത്തിട്ടുണ്ട്. അക്യുമുലേറ്റർ ഫ്രീ ആയിട്ടുണ്ട്. ഇനി മൂവ് ദ വാല്യൂ ഓഫ് സി ഇൻ ടു എ. ഓക്കെ, അതായത് ക്യാരി നമ്മൾ എയിലേക്ക് മൂവ് ചെയ്തു. ഇനി സ്റ്റോർ ദ വാല്യൂ ഓഫ് എ ഇൻ 2003. ഓക്കെ, അപ്പോൾ ക്യാരി അക്യുമുലേറ്ററിലുള്ള ക്യാരി നമ്മൾ 2003 കൊടുത്തു. അപ്പോൾ 2003 എന്ത് വന്നിട്ടുണ്ട്? ക്യാരി വന്നിട്ടുണ്ട്. ഇനി നമുക്കറിയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ കറക്റ്റായിട്ട് ഈ ക്യാരി എങ്ങനെയാണ് ഈ സി റേസിൽ വന്നത്? ഇപ്പോൾ സ്റ്റോർ ദ വാല്യൂ ഓഫ്, ഇപ്പോൾ ആഡ് ചെയ്തപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി സമ്മ് അക്യുമുലേറ്ററിൽ വന്നു. നമ്മൾ അക്യുമുലേറ്ററിലുള്ള സമ്മ് 2002 സ്റ്റോർ ചെയ്തു. ഇനി എങ്ങനെയാണ് ഓട്ടോമാറ്റിക്കലി ക്യാരി വന്നത്? ക്യാരി അവിടെ വന്നത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ക്യാരി എപ്പോഴും എവിടെയാണ് വരിക? ക്യാരി ഫ്ലാഗിലാണ് വരിക, അല്ലേ? ക്യാരി ഫ്ലാഗിലാണ് നമ്മൾ വരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്യാരി ഫ്ലാഗ് ആദ്യം തന്നെ ക്ലിയർ ചെയ്യണം. ഓക്കെ, മൂവ് സി കോമ 00H കൊടുത്ത് ക്യാരി ഫ്ലാഗ് എന്ത് ചെയ്യുക? ക്ലിയർ ചെയ്യുക. ഓക്കെ, ക്യാരി ഫ്ലാഗ് ഇപ്പോൾ ക്ലിയർ ആണ്. ഇപ്പോൾ ആഡ് ബി കഴിഞ്ഞു. ഓക്കെ, ക്യാരി ഫ്ലാഗ് ഓൾറെഡി ക്ലിയർ ആണ്, 0 ആണ്, C=0 ആണ്. ആഡ് ബി ചെയ്തു. ഓക്കെ, ആഡ് ബി ചെയ്തു, ഒരു സമ്മ് കിട്ടിയിട്ടുണ്ട്. ഇനി അവിടെ ക്യാരി ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? നേരെ ആ സമ്മ് എവിടെ സ്റ്റോർ ചെയ്യണം? ഈ 2002 സ്റ്റോർ ചെയ്യണം. ഓക്കെ, ക്യാരി ഇല്ലെങ്കിൽ വേറെ ഓപ്പറേഷൻ ആവശ്യമൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ജമ്പ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്. ജമ്പ് ഇഫ് നോ ക്യാരി ടു സ്കിപ്പ്, അങ്ങനെ എന്തെങ്കിലും ലേബൽ കൊടുക്കാം. ഓക്കെ, ക്യാരി ഇല്ലെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നാൽ മതിയല്ലോ. അപ്പോൾ ജമ്പ് ഇഫ് നോ ക്യാരി ടു സ്കിപ്പ്, ഇപ്പം നേരെ ഇങ്ങോട്ടേക്ക് വരും. ക്യാരി ഇല്ലെങ്കിൽ, ക്യാരി ഉണ്ടെങ്കിൽ ഇഫ് ദർ ഇസ് ക്യാരി ഇൻക്രിമെൻറ്റ് സി. ഓക്കെ, സി ഓൾറെഡി 0 ആണ്. ക്യാരിക്ക് ഏത് വാല്യൂ വരാൻ പാടുള്ളൂ? ഏതാ 0 or 1 ആണ് ക്യാരിയിൽ വരാൻ പാടുള്ളൂ. ഓക്കെ, 0 or 1 ആണ് ക്യാരി ഫ്ലാഗിൽ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാരി ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തു? ക്ലിയർ ചെയ്തു. ഇൻക്രിമെൻറ്റ് സി രജിസ്റ്റർ, അതായത് ക്യാരി ഉണ്ടെങ്കിൽ C രജിസ്റ്റർ 1 ആയിട്ട് മാറി. ഓക്കെ, അപ്പോൾ C രജിസ്റ്ററുള്ള വാല്യൂ എന്തായി? 1 ആയി. ഇനി വേറെ എന്താണ്? വേറെ ക്യാരി ഉണ്ടെങ്കിൽ മൂവ് എ കോമ C രജിസ്റ്ററുള്ള ക്യാരി എയിലേക്ക് വന്നു. സ്റ്റോർ ദ വാല്യൂ ഓഫ് എ ഇൻ 2003. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, അപ്പോൾ ഇത് ഒരു ബേസിക് പ്രോഗ്രാമാണ്. അങ്ങനെ വലിയ ബുദ്ധിമുട്ട്. ഈ സെയിം പ്രോഗ്രാം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ സെയിം പ്രോഗ്രാം ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് വെച്ച് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ആഡിങ് 2 നമ്പേഴ്സ് വേറെ ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്പേഴ്സ് സ്റ്റോർഡ് ഇൻ 2000 ഫസ്റ്റ് നമ്പർ 2002 സെക്കൻഡ് നമ്പർ 2003 തേർഡ് നമ്പർ, 2003 റിസൾട്ട്, സമ്മ് 2004 ക്യാരി. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് വേണ്ടത്. ഫസ്റ്റ് നമ്മൾ ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡാണ് നമ്മൾ യൂസ് ചെയ്യുക. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? ഇനിഷ്യലൈസ് 2002. ഓക്കെ, ഇനിഷ്യലൈസ് 2002 LXIH 2000. ഓക്കെ, വി ഇനിഷ്യലൈസ്ഡ് 2000 അഡ്രസ്സ് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ഇൻസ്ട്രക്ഷൻ്റെ അർത്ഥം എന്താണ്? HL pair is pointing to 2000. HL pair is pointing to some data in 2000. ഓക്കെ, അപ്പോൾ HL pair is pointing to some data in 2000 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ HL pair points to M.
എം മെമ്മറി പോയിൻ്റർ എമ്മിലേക്ക് എച്ച് എൽ പെയർ പോയിൻ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു എമ്മിൽ നമ്മുടെ ഡാറ്റ ഉണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമ്മൾ ഇത്രയും ചെയ്താൽ മതി. മൂവ് എ കൊമ എം ഫസ്റ്റ് നമ്പർ നമ്മൾ അക്യുമുലേറ്ററിലേക്ക് ഇട്ടു. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. LXI-H 2000, അതായത് നമ്മൾ 2000 എന്നുള്ള ആ ഒരു ലൊക്കേഷൻ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തു. ഓക്കെ, എച്ച് എൽ പെയർ ഈസ് പോയിൻറ്റിങ് ടു സം മെമ്മറി ലൊക്കേഷൻ 2000, ദാറ്റ് ഈസ് എം. അപ്പോൾ എമ്മിലെ വാല്യൂ നമ്മൾ എന്ത് ചെയ്തു, എയിലേക്ക് മൂവ് ചെയ്തു. ഓക്കെ, മൂവ് എ കോമ എം. ഇനി നമ്മൾ നെക്സ്റ്റ് നമ്പർ 2002 ഇനിഷ്യലൈസ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് LXI-H 2001 ചെയ്യേണ്ട, അതിന് വരായിട്ട് എന്ത് ചെയ്താൽ മതി, ഇൻക്രിമെൻറ്റ് എം. ഓക്കെ, സോറി, ഇൻക്രിമെൻറ്റ് എച്ച് ചെയ്താൽ മതി. എച്ച് പോയിൻ്റ് ചെയ്യുന്നത് ഇപ്പോൾ എങ്ങോട്ടേക്കാണ്, ആദ്യം 2001-ലേക്കായിരുന്നു. ഇപ്പോൾ ഇൻക്രിമെൻറ്റ് എച്ച് എൽ പെയർ ചെയ്യുന്നുണ്ടെങ്കിൽ എച്ച് എൽ പെയർ ഇപ്പോൾ പോയിൻ്റ് ചെയ്യുന്നത് അങ്ങോട്ടേക്കാണ്, 2001-ലേക്കാണ്. എച്ച് എൽ പെയർ ഈസ് പോയിൻറ്റിങ് ടു 2001. ഓക്കെ, ഈ ഒരു അഡ്രസ്സിംഗ് മോഡ് എന്താണ്, ജസ്റ്റ് ഈ കാണുന്ന അഡ്രസ്സിംഗ് മോഡ് എന്താണ്, ഇത് ഐ വന്നിട്ടുണ്ട്, അതുകൊണ്ട് അത് ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് മോഡാണ്. അതെ, വാട്ട് എവർ ഈസ് ദ വാല്യൂ ആഫ്റ്റർ ദ രജിസ്റ്റർ, ആ വാല്യൂ എങ്ങോട്ടേക്ക് ചെല്ലും, ഈ രജിസ്റ്ററിലേക്ക് ചെല്ലും. ഓക്കെ, അതായത് LXI-H 2000 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എച്ച് എൽ പെയർ ഈസ് ലോഡഡ് വിത്ത് ദ വാല്യൂ 2000. ഓക്കെ, എച്ച് എൽ പെയർ ഈസ് ലോഡഡ് വിത്ത് ദ വാല്യൂ 2000, ഇത്രയേ ഉള്ളൂ. അപ്പോൾ എച്ച് എൽ പെയർ പോയിൻ്റ് ചെയ്യുന്നത് 2000-ലാണ് ആദ്യം. ആ 2000-ൽ ഫസ്റ്റ് നമ്പർ ഉണ്ട്, ആ ഫസ്റ്റ് നമ്പർ നമ്മൾ എയിലേക്ക് മൂവ് ചെയ്തു. ഇനി ഇൻക്രിമെൻറ്റ് എച്ച് എൽ പെയർ നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ എച്ച് എൽ പെയർ ഇൻക്രിമെൻറ്റ് ചെയ്തു, അതായത് എച്ച് എൽ പെയർ ഇപ്പോൾ പോയിൻ്റ് ചെയ്യുന്നത് 2001-ലേക്കാണ്. ഓക്കെ, 2001-ലാണ് എച്ച് എൽ പെയർ. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, ഇപ്പം നിലവിൽ എച്ച് എൽ പെയറിൽ എന്തുണ്ട്, 2001 എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ട്. ആ എച്ച് എൽ പെയർ എങ്ങോട്ടേക്കാണ് പോയിൻ്റ് ചെയ്യുന്നത്, 2001-ലുള്ള ഡാറ്റയിലേക്കാണ് പോയിൻ്റ് ചെയ്യുന്നത്. അതായത് 2001-ലുള്ള ഡാറ്റ, അതായത് എമ്മിലേക്കാണ് പോയിൻ്റ് ചെയ്യുന്നത്. ഓക്കെ, 2001 ആണ് ഇപ്പോൾ എം. ഇനി ആഡ് എം കൊടുത്താൽ മതി അല്ലേ. ആഡ് എം എന്ന് പറഞ്ഞാൽ ആഡ് അക്യുമുലേറ്റർ വിത്ത് എം ആണ്. ഓക്കെ, ആഡ് എം കൊടുത്താൽ മതി. ഇനി നെക്സ്റ്റ് ആഡ് എം, റിസൾട്ട് ഈസ് സ്റ്റോർഡ് ഇൻ എ. സോ സ്റ്റോർ ദ വാല്യൂ ഓഫ് അക്യുമുലേറ്റർ, അത് കൊടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, അത് നമ്മൾ നേരത്തെ ചെയ്ത കാര്യം തന്നെയാണ്. നമ്മൾ ഇനിയിപ്പോൾ ആ അഡ്രസ്സിംഗ് മോഡ്, ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റാം. ഓക്കെ, ഇനി വാല്യൂ സ്റ്റോർ ചെയ്യാനായിട്ട് നമ്മൾ 2002-ലേക്ക് വാല്യൂ സ്റ്റോർ ചെയ്യണം. ഓക്കെ, 2002-ലാണ് നമ്മൾ വാല്യൂ സ്റ്റോർ ചെയ്യണം. ഇപ്പം നിലവിൽ എച്ച് എൽ പെയർ ഹോൾഡ് ചെയ്യുന്ന ലൊക്കേഷൻ ഏതാണ്, 2001 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇൻക്രിമെൻറ്റ് എച്ച്, ഇവിടെ എക്സ് യൂസ് ചെയ്യുന്നതാണ് എച്ച് എൽ പെയർ ആയതുകൊണ്ടാണ്, 16-bit രജിസ്റ്റർ ആയതുകൊണ്ടാണ് നമ്മൾ എക്സ് യൂസ് ചെയ്യുന്നത്. ഇൻക്രിമെൻറ്റ് എച്ച്. ഓക്കെ, ഇപ്പോൾ എച്ച് എൽ പെയറിൽ വരുന്ന വാല്യൂ എന്താണ്, 2000 ആണ് എച്ച് എൽ പെയർ പോയിൻ്റ് ചെയ്യുന്നത്. 2002 ആണ് എച്ച് എൽ പെയർ പോയിൻ്റ് ചെയ്യുക. 2002 എന്നുള്ള അഡ്രസ്സിലേക്കാണ് എച്ച് എൽ പെയർ ഇപ്പോൾ പോയിൻ്റ് ചെയ്യുക. ഇപ്പോൾ എച്ച് എൽ പെയറിൽ വരുന്ന ഇപ്പോൾ എം എവിടെയാണ്, എച്ച് എൽ പെയർ പോയിൻ്റ് ചെയ്യുന്ന എവിടേക്കാണ്, 2002-ലേക്കാണ്. ഓക്കെ, 2002-ലേക്കാണ് എച്ച് എൽ പെയർ പോയിൻ്റ് ചെയ്യുക. ഓക്കെ, ഇനി മൂവ് എം കോമ എ. ഓക്കെ, ഇപ്പോൾ എം എന്ന് പറയുന്നത് 2002 ആണ്, 2002 ആണ് എം. ഇപ്പോൾ മൂവ് എ കോമ എം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും, അക്യുമുലേറ്ററിലുള്ള സമ്മ് നിലവിൽ 2002-ലേക്ക് പോകും. ഓക്കെ, അക്യുമുലേറ്ററിലുള്ള സമ്മ് നിലവിൽ 2002-ലേക്ക്. എച്ച് എൽ പെയർ നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്തു. എച്ച് എൽ പെയർ പോയിൻ്റ് ചെയ്യുന്നത് 2002-ലേക്കാണ്. എച്ച് എൽ പെയർ 2002 എന്ന് പറഞ്ഞാൽ എം ആണ്. എ കോമ എം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എം എയിലുള്ള വാല്യൂ നേരെ എമ്മിലേക്ക് പോകും, അക്യുമുലേറ്ററിലുള്ള വാല്യൂ നേരെ 2002-ലേക്ക് പോകും. ഓക്കെ, ഇപ്പോൾ 2002-ൽ എന്തുണ്ട്, എം എന്നുള്ള വാല്യൂ ഉണ്ട്. ഇനി 2003-ൽ നമുക്ക് എന്ത് സ്റ്റോർ ചെയ്യണം, ക്യാരി സ്റ്റോർ ചെയ്യണം. ഇപ്പോൾ 2002-ലാണ് ഇപ്പോൾ എച്ച് എൽ പെയർ പോയിൻ്റ് ചെയ്യുക. ഇപ്പോൾ എച്ച് എൽ പെയർ നമ്മൾ ഒന്നുകൂടെ ഇൻക്രിമെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇൻക്രിമെൻറ്റ് എച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ 2003-ലേക്കാണ് എച്ച് എൽ പെയർ ഇപ്പോൾ വരിക, എച്ച് എൽ പെയർ പോയിൻ്റ് ചെയ്യുക. ഇനി 2003-ൽ എച്ച് എൽ പെയർ പോയിൻ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എം ഇപ്പോൾ ഏതാണ്, 2003 ആണ്. ഓക്കെ, അപ്പോൾ നേരെ എന്ത് ചെയ്യുക, മൂവ് എം കോമ സി കൊടുക്കുക, ഹോൾട്ട്. ഓക്കെ, എച്ച് എൽ ടി പ്രോഗ്രാം എൻഡ് ചെയ്തു. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്യാരി കറക്റ്റായിട്ട് സിയിലേക്ക് വരണം. എങ്ങനെയാണ്, സിയിലേക്ക് വരാനായിട്ട് ക്യാരി ഫ്ലാഗ് അതിനെ ക്ലിയർ ചെയ്യുക, MVI C,00 ക്യാരി ഫ്ലാഗ് അതിനെ ക്ലിയർ ചെയ്തു. ആഡ് എം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് എന്താണ്, ജമ്പ് നോ ക്യാരി. ക്യാരി ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം, സ്കിപ്പ് ചെയ്യാം. ക്യാരി ഇല്ലെങ്കിൽ നേരെ എന്ത് ചെയ്യാം, നമുക്ക്
ഡാറ്റ സ്റ്റോർ ചെയ്യാം. ക്യാരി ഇല്ലെങ്കിൽ നേരെ സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റ സ്റ്റോർ ചെയ്യാം. ഇൻക്രിമെൻറ്റ് ഇൻക്രിമെൻറ്റ് എച്ചിലേക്ക് പോകാം, അതായത് ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന ആ ഒരു സെക്ഷനിലേക്ക് പോകാം. ക്യാരി ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, ക്യാരി ഫ്ലാഗ് ഒന്ന് ഇൻക്രിമെൻറ്റ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം ആണ്, വ്യത്യാസമൊന്നുമില്ല. ക്യാരി അതിനെ സെറ്റ് ചെയ്യുക, ക്യാരി അതിനെ റീസെറ്റ് ചെയ്യുക, ഇൻക്രിമെൻറ്റ് ക്യാരി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇനിയിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, ആഡ് 2 നമ്പേഴ്സ് ഇൻ രജിസ്റ്റേഴ്സ് 4000 ആൻഡ് 4001 ആൻഡ് സ്റ്റോർ ദ ഡാറ്റ ഇൻ 4002 4003 എന്നുള്ള ഒരു സംഭവം വരുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ ഒരു 2000 എന്നുള്ള വാല്യൂ മാത്രം മാറ്റിയിട്ട് നമുക്ക് കൊടുത്താൽ മതി, ഇവിടെ 4000 കൊടുത്താൽ മതി. ബാക്കിയെല്ലാം എന്താണ്, ഇൻക്രിമെൻറ്റ് ഡിക്രിമെൻറ്റ് എന്നുള്ള ഓപ്പറേഷൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ മാത്രമേ വാല്യൂ മാറേണ്ട കാര്യമുള്ളൂ. പക്ഷേ ഇവിടെ എന്താണ്, ഇവിടെ നമ്മൾ add 2 numbers in 4000 and 4001 and store the sum in 4002 carry in 4003 എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ 2000 എന്നുള്ള 4000 ആക്കി മാറ്റണം, ഇവിടെ മാറ്റണം. അപ്പോൾ അത് പ്രോഗ്രാമിംഗ് കുറേ ടഫ് ആക്കണം. പക്ഷേ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്പേഴ്സ് മാറ്റി കൊടുക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, ബ്ലോക്ക് ട്രാൻസ്ഫർ ഇപ്പോൾ ഒരു സിമ്പിൾ പ്രോഗ്രാമാണ്, പക്ഷേ അൺട്രസിംഗ് മോഡ്സ് ഇൻസ്ട്രക്ഷൻസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ ബ്ലോക്ക് ട്രാൻസ്ഫർ. അപ്പോൾ സിമ്പിൾ പ്രോഗ്രാമാണ്, പക്ഷേ നമ്മുടെ ബേസിക്സ് ക്ലിയർ അല്ലെങ്കിൽ നമുക്ക് കിട്ടാത്തൊരു സംഭവമാണ് ബ്ലോക്ക് ട്രാൻസ്ഫർ. ബ്ലോക്ക് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു ട്രാൻസ്ഫർ എ ബ്ലോക്ക് ഓഫ് ഡാറ്റ ഫ്രം എ മെമ്മറി ലൊക്കേഷൻ, എ സ്റ്റാക്ക് ഓഫ് മെമ്മറി ലൊക്കേഷൻ ടു അനദർ സ്റ്റാക്ക് ഓഫ് മെമ്മറി ലൊക്കേഷൻസ്. അതാണ് ബ്ലോക്ക് ട്രാൻസ്ഫർ. 3000 to 3009 ആൻഡ് 2000 to 2009. അപ്പോൾ ഈ ഡാറ്റാസ് മൊത്തം ഇപ്പോഴത്തേക്ക് മാറ്റുക. ഓക്കെ, 2000 ഡാറ്റ 3000 മാറ്റുക, 2000 ഡാറ്റ 3000 മാറ്റുക, 2001 ഡാറ്റ 3001 മാറ്റുക, 2002 ഡാറ്റ 3002 മാറ്റുക. ഇതെവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഈ ബ്ലോക്ക് ട്രാൻസ്ഫർ ഈസ് യൂസ്ഡ് ഇൻ കോപ്പി പേസ്റ്റ് പ്രോഗ്രാംസ്. കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ടുള്ള പ്രോഗ്രാമാണ് ബ്ലോക്ക് ട്രാൻസ്ഫർ. അപ്പോൾ കോപ്പി പേസ്റ്റ് ഉണ്ട്, ഒരു 1 GB ഉള്ള സിനിമ കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, അതിനകത്ത് 1 byte കോപ്പി ചെയ്തിട്ട് ബാക്കിയുള്ളൊരു ലൂപ്പിലിട്ടാൽ പോരെ, അത്രയേ ഉള്ളൂ പരിപാടി. 1 byte കോപ്പി ചെയ്യുക, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒരു ലൂപ്പിലിടുക, അത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ ജസ്റ്റ് നമ്മൾ ചെയ്യുന്ന എത്രയാണ്, ഈ 2000 ഡാറ്റ വെദർ പി ഓർ ക്യൂ, ഈ ഡാറ്റ നമ്മൾ എന്ത് ചെയ്യുക, 2000 ഡാറ്റ നമ്മൾ എന്ത് ചെയ്യുക, 3000 മാറ്റുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നോർമലി ചെയ്യുന്ന എന്താണ്, ബ്ലോക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഈ നമ്മുടെ മ്യൂപ്പിയിൽ ഉള്ളൊരു പ്രത്യേകത, ഫ്രം മെമ്മറി ലൊക്കേഷൻ ടു അനദർ മെമ്മറി ലൊക്കേഷൻ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള ഒരു പ്രോഗ്രാമൊന്നുമില്ല, ഒരു ഇൻസ്ട്രക്ഷൻ ഒന്നുമില്ല. ദർ ഇസ് നോ ഇൻസ്ട്രക്ഷൻ സെറ്റ് ടു മൂവ് ഡാറ്റ ബിറ്റ്വീൻ 2 മെമ്മറി ലൊക്കേഷൻസ്. അതായത് MVI 2000, 3000 എന്നുള്ള ഒരു സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക, ഈ 2000 ഡാറ്റ ഒരു രജിസ്റ്ററിലേക്ക് ഇടുക, ആ രജിസ്റ്ററുള്ള ഡാറ്റ തിരിച്ച് ഇങ്ങോട്ടേക്ക് ഇടുക. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത്രയുള്ള പരിപാടി. അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ വേണം? ഫസ്റ്റ് കാര്യം നമ്മുടെ സോഴ്സ് രജിസ്റ്റർ 2000. ഓക്കെ, ഇനി ഡെസ്റ്റിനേഷൻ, ഇതാണ് സോഴ്സ്. ഇനി ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ 3000, ഇതാണ് ഡെസ്റ്റിനേഷൻ രജിസ്റ്റർ. ഓക്കെ, ഇനി എന്ത് വേണം? കൗണ്ട്, എത്ര നമ്പർ ഉണ്ടെന്നുള്ള കൗണ്ട് എത്രയാണ്? 10 ആണ്. 10 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ അല്ലേ? ഓക്കെ, 10 ആണ്. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇനിഷ്യലൈസ്, വേറെ കാര്യമുണ്ട്, നമ്മൾ ഇത് രണ്ടും ഇനിഷ്യലൈസ് ചെയ്യാം. LXI B, 2000. അപ്പോൾ അതായത് ഈ BC പെയറിൽ 2000 എന്നുള്ള വാല്യൂ വന്നു. ഓക്കെ, BC പെയറിൽ 2000 എന്നുള്ള വാല്യൂ ആണ് വന്നത്. BC പെയറിൽ 2000 ഡാറ്റയാണ് 2000 ഡാറ്റയാണ് വന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡാറ്റയാണ് പിന്നീട് അഡ്രസ്സായിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു സോഴ്സാണ്. അപ്പോൾ നമ്മൾ സോഴ്സ് ഇനിഷ്യലൈസ് ചെയ്തു. ഇനി നെക്സ്റ്റ് LXI D, 3000. DE pair is loaded with DE pair is pointing to address 3000. അതായത് DE pair 3000 വാല്യൂ DE പെയറിൽ ലോഡ് ചെയ്തിട്ടുണ്ട്. 3000 എന്നുള്ള വാല്യൂ ആണ് DE പെയറിൽ ലോഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, 3000 എന്നുള്ള വാല്യൂ ആണ് DE പെയറിൽ ലോഡ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ്
MVI. ഓക്കെ, MVI L, 0A. വേറെ കാര്യമുണ്ട്. എന്താണ് L? വേറെ ഒന്നുമില്ല, നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇനിഷ്യലൈസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ലേ. അതായത് സോഴ്സ്, ഡെസ്റ്റിനേഷൻ, പിന്നെ എന്താണത് കൗണ്ട്. ഇത് 3 കാര്യങ്ങൾ ഇനിഷ്യലൈസ് ചെയ്യണം. ഇപ്പോൾ കൗണ്ട് ഇനിഷ്യലൈസ് ചെയ്താണ് ഈ കാണുന്നത്. ഇപ്പോൾ നിലവിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഇയറൈസർ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്, BC പെയർ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്, D പെയർ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ആകെ ഉള്ളത് എന്താണ്? ആകെ ഒരു HL പെയർ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ HL പെയറിലുള്ള L ആണ് നമ്മളിവിടെ കൗണ്ട് സ്റ്റോർ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇനി എന്ത് ചെയ്യുക? ഇപ്പം സംഭവങ്ങൾ ഇവിടെ വന്നു. BC പെയർ ഇങ്ങോട്ടേക്ക് പോയിരുന്നത്, D പെയർ ഇങ്ങോട്ടേക്ക് പോയിരുന്നത്. ഇനി വേറെ എന്ത് ചെയ്താൽ മതി? ഇവിടെയുള്ള ഡാറ്റ അക്യുമുലേറ്ററിലേക്ക് പോവുക, അക്യുമുലേറ്റർ ഡാറ്റ ഇങ്ങോട്ടേക്ക് പോവുക, അത്രയും മാത്രം മതി. ഓക്കെ, അപ്പോൾ ലോഡ് അക്യുമുലേറ്റർ വിത്ത് വാല്യൂ പോയിൻറ്റഡ് ബൈ BC പെയർ. ഓക്കെ, ലോഡ് അക്യുമുലേറ്റർ വിത്ത് വാല്യൂ പോയിൻറ്റഡ് ബൈ BC പെയർ. അപ്പോൾ അക്യുമുലേറ്ററിൽ BC പെയറിൽ ഉള്ള വാല്യൂ വന്നു. ഇനി എന്ത് ചെയ്യുക? നേരെ അപ്പുറത്തേക്ക് പോവുക. ഓക്കെ, നേരെ എന്ത് ചെയ്യുക? ഇവിടെ നിന്ന് P ഡാറ്റ ഇപ്പുറത്തേക്ക്. ബ്ലോക്ക് ട്രാൻസ്ഫർ ആണ്, സോറി, എക്സ്ചേഞ്ച് അല്ല കേട്ടോ. Q ഇല്ല അവിടെ. P എന്നുള്ള ഡാറ്റ ഇപ്പുറത്തേക്ക് പോയാൽ മതി. ഓക്കെ, സ്റ്റോർ വാല്യൂ ഓഫ് അക്യുമുലേറ്റർ ഇൻ മെമ്മറി ലൊക്കേഷൻ പോയിൻറ്റഡ് ബൈ DE പെയർ. ഓക്കെ, സ്റ്റോർ അക്യുമുലേറ്റർ ഇൻ മെമ്മറി ലൊക്കേഷൻ പോയിൻറ്റഡ് ബൈ DE പെയർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ നമ്മൾ ഒരു സംഭവം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു സംഭവം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതായത് ഫസ്റ്റ് ഡാറ്റ നമ്മൾ മൂവ് ചെയ്തു. ഓക്കെ, ഫസ്റ്റ് സെറ്റ് ഓഫ് ഡാറ്റ നമ്മൾ മൂവ് ചെയ്തു. ഓക്കെ, ഞാനിപ്പോൾ എഴുതാത് LXI ഇനിഷ്യലൈസ് സോഴ്സ് LXI B, 2000 സോഴ്സ് ഇനിഷ്യലൈസ് ചെയ്തു. LXI D, 2001 നമ്മൾ ഡെസ്റ്റിനേഷൻ ഇനിഷ്യലൈസ് ചെയ്തു. ഇനി MVI L, 0AH. ഇവിടെ MVI യൂസ് ചെയ്യുന്നത് എന്താണ്? ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ ആണ്. ഓക്കെ, ഡാറ്റ ട്രാൻസ്ഫർ ആണ്. ഇതൊരു 8 ബിറ്റ് നമ്പർ മാത്രമാണ്, അതുകൊണ്ട് മാത്രമാണ് നമ്മൾ MVI യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി ലോഡ് അക്യുമുലേറ്റർ വിത്ത് ഡാറ്റ പോയിൻറ്റഡ് ബൈ BC പെയർ. ലോഡ് അക്യുമുലേറ്റർ വിത്ത് ഡാറ്റ പോയിൻറ്റഡ് ബൈ DE പെയർ. ഓക്കെ, സോറി, മാറിപ്പോയി. ലോഡ് അക്യുമുലേറ്റർ വിത്ത് ഡാറ്റ പോയിൻറ്റഡ് ബൈ BC പെയർ. ദെൻ സ്റ്റോർ ദ വാല്യൂ ഓഫ് അക്യുമുലേറ്റർ ഇൻ ദ ലൊക്കേഷൻ പോയിൻറ്റഡ് ബൈ DE പെയർ. ഓക്കെ, അപ്പോൾ എവിടെ പോയി സ്റ്റോർഡായി? ഇത് 2000 നിന്ന് ഡാറ്റ എയിലേക്ക് പോയി. 2000 നിന്ന് ഡാറ്റ എയിലേക്ക് പോയി. ആ എയിലുള്ള ഡാറ്റ എങ്ങോട്ടേക്ക് പോയി? 3000ലേക്ക് പോയിട്ടുണ്ട്. ഓക്കെ, 3000ലേക്ക് പോയിട്ടുണ്ട്. ഇനി സ്റ്റോർ ദ വാല്യൂ ഓഫ് അക്യുമുലേറ്റർ ഇൻ ദ ലൊക്കേഷൻ പോയിൻറ്റഡ് ബൈ D. ഓക്കെ, ഇനി എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ 2000 കാര്യം ഓക്കെ. ഇപ്പോൾ ഈ ഒരു പോർഷൻ ഓക്കെ. ഇനി എന്ത് ചെയ്താൽ മതി? ഇൻക്രിമെൻറ്റ് സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ. ഇൻക്രിമെൻറ്റ് സോഴ്സ്, ഇൻക്രിമെൻറ്റ് B, ഇൻക്രിമെൻറ്റ് D. ഇപ്പം നിലവിൽ BC പെയർ പോയിൻ്റ് ചെയ്യുന്നത് 2001ലേക്കുമാണ്. D പെയർ പോയിൻ്റ് ചെയ്യുന്നത് നിങ്ങളുടെ 3001ലേക്കുമാണ്. അപ്പോൾ 2 പോയിൻറ്റിങ് നടന്നിട്ടുണ്ട്. ഇത് പോയിൻ്റ് ചെയ്യുന്നത് 3001ലേക്കാണ്. ഓക്കെ, ഇനി നമ്മളെന്ത് ചെയ്യുക? ഇവിടെ ഒരു കൗണ്ട് നമ്മൾ L കൊടുത്തിട്ടുണ്ടായില്ലേ? ആ L ഒന്ന് ഡിക്രിമെൻറ്റ് ചെയ്യുക. ഓക്കെ, ഡിക്രിമെൻറ്റ് L. ഓക്കെ, നമ്മൾ L ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്, കൗണ്ട് കൊടുത്തിട്ടുണ്ട്. ഡിക്രിമെൻറ്റ് L ഡിക്രിമെൻറ്റ് ചെയ്യുക. ഇപ്പോൾ 3000 L 9 അല്ലേ? അപ്പോൾ L 10 ആയിരുന്നു. ഓക്കെ, 0A എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പോൾ 0A എന്തായിട്ട് മാറി? 9 ആയിട്ട് മാറി. അപ്പോൾ 0 ആയിട്ടില്ല. ഓക്കെ, ജമ്പ് നോ 0. ഓക്കെ, 0 അല്ലെങ്കിൽ നമ്മൾ ഈ നിലവിൽ നടത്തിയ കാര്യങ്ങൾ ഒന്നുകൂടെ ചെയ്യണ്ടേ? 0 അല്ലെങ്കിൽ ഇപ്പോൾ 2001 3001 ആണ് അഡ്രസ്സ് എടുക്കുന്നത്. അപ്പോൾ അത് നിലവിൽ ചെയ്ത കാര്യങ്ങൾ ഒന്നുകൂടെ ചെയ്യണം. ജമ്പ് ടു ബാക്ക്. ഓക്കെ, ഇത് ബാക്ക്. നോൺ 0 ആണെങ്കിൽ ബാക്കിലേക്ക് വീണ്ടും ജമ്പ് ചെയ്തു. ഓക്കെ, നോൺ 0 അല്ല. ഇനി വേറെ ഒന്നുമില്ല, ഇനി ഹോൾട്ട് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്രോഗ്രാം. ബ്ലോക്ക് ട്രാൻസ്ഫർ പ്രോഗ്രാം ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇതൊക്കെ മ്യൂട്ടിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്.